ടോപ്പിക് എന്ന് പറയുന്നത് പർപ്പസ് ടു പ്രൊവിഷൻ എന്ന് പറയുന്ന കാര്യമാണ്. പർപ്പസ് ടു പ്രൊവിഷൻ. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്? കാരണം ആദ്യം നമ്മൾ പഠിച്ചു ഒരു ദാരിദ്ര്യമുണ്ട്, ആ ദാരിദ്ര്യത്തിൽ ദൈവം എന്ത് ചെയ്തു? നമ്മളെ മാനിക്കുന്നു. രണ്ടാമത്തെ ദിവസം നമ്മളൊരു കാര്യം പഠിച്ചു, നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഗ്രഹം അത് നമ്മളെ ഒരു ദൈവികമായ ഉദ്ദേശത്തിലോട്ട് നയിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുവാൻ പോകുന്നത് ഈ ഒരു കാര്യം നമ്മളെ അടുത്തൊരു പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് വേണ്ടതായ കാര്യങ്ങളിലോട്ട് ദൈവം നടത്തുന്നു എന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇതാണ്, പർപ്പസ് ടു പ്രൊവിഷൻ. അപ്പം നമുക്ക് ആ ഒരു ബ്രോഷറിൻ്റെ താഴെയായിട്ട് പ്രിയമുള്ളവർക്ക് ഒരു കാര്യം കാണുവാൻ സാധിക്കും. ഒരു വിഷൻ ഉണ്ടെങ്കിൽ അതൊരു അനുഗ്രഹത്തിലോട്ട് നയിക്കും. മനസ്സിലാകുന്നുണ്ടോ? നമുക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാട് നമ്മുടെ ഒരു ആത്മീക അനുഗ്രഹത്തിലോട്ട്, ഭൗതിക അനുഗ്രഹത്തിലോട്ട് നയിക്കുവാനിടയായിത്തീരും. വേദപുസ്തകത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഓരോ ഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിൻ്റെ ആ ഹിതം അനുസരിച്ച് മുന്നോട്ടേക്ക് സ്റ്റെപ്പ് വെച്ച ഓരോ വ്യക്തി ജീവിതങ്ങളെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? മാനിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്കാലം നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിന് മുന്നോട്ട് പോകുന്ന ഓരോ പ്രിയമുള്ളവരോടും വളരെ വ്യക്തമായിട്ട് ഈ രാത്രിക്കാലം ഞാൻ സംസാരിക്കട്ടെ. നമുക്ക് വേണ്ടതായ പ്രൊവിഷൻസും ആര് ഒരുക്കുന്നുണ്ട്? ആര് ഒരുക്കി വെച്ചിട്ടുണ്ട്? ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയ ഒരു കാര്യം, ദൈവം നമുക്ക് പണം തരാമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടോപ്പിക്കിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി മുന്നോട്ടേക്ക് കടന്ന് പോകുന്നത്. ആ ഒരു കാര്യം ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇതിനാധാരമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു തലവാചകം എന്ന് പറയുന്നത്, വേലക്കാരന് എന്തുണ്ട്? കൂലിയുണ്ട്. അപ്പോൾ ഇന്ന് രാത്രികാലം എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ആരാ? വേലക്കാരാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, നമ്മളെല്ലാം കർത്താവിൻ്റെ ആ വയലിൽ അധ്വാനിക്കുന്നവരാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ കൂലി എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ കൂലി വരുന്നത് ഫേസ്ബുക്കിൽ നിന്നല്ല, നമ്മുടെ കൂലി വരുന്നത് അമേരിക്കയിൽ നിന്നല്ല, നമ്മുടെ കൂലി വരുന്നത് ഒരു പാസ്റ്റേഴ്സിൽ നിന്നല്ല, നമ്മുടെ കൂലി വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ഇന്ന് എത്ര പേർക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുമ്പോൾ വേലക്കാരൻ എന്തുണ്ട്? ഒരു കൂലിയുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു കൂലി കിട്ടുവാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇനി വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോകുന്ന സമയത്ത് രണ്ട് വാക്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവർ ഒന്ന് എടുത്തു വെക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 7-ാമത്തെ വാക്യവും 1 തിമോത്തി 5-ാം അധ്യായം 18-ാമത്തെ വാക്യവും പ്രിയമുള്ളവർ ഒന്ന് എടുത്തു വെക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്, വേലക്കാരൻ എന്തുണ്ട്? കൂലിയുണ്ട്. അപ്പോൾ പലപ്പോഴും ആ വാക്യത്തിലൂടെ നമ്മൾ കടക്കുക. അതിന് മുമ്പ് ചെറിയൊരു എക്സ്പ്ലനേഷൻ ഞാൻ അവിടെ നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പണിയെടുക്കുന്നവനെ മനുഷ്യരറിയത്തില്ല. പണിയെടുക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല. പക്ഷെ ഓർത്തോണം, പണിയെടുക്കുന്നവനെ കാണുന്ന ഒരു ദൈവമുണ്ട്, വേല ചെയ്യുന്നവനെ കാണുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഏതൊക്കെയോ മേഖലകളിൽ എന്നെ ആരും കാണുന്നില്ലല്ലോ, എനിക്ക് എങ്ങനെ ഇതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാകുക എന്ന് ചിന്തിക്കുന്ന പ്രിയമുള്ളവരോട് വളരെ വ്യക്തമായിട്ടൊരു കാര്യം സംസാരിക്കട്ടെ. പണിയെടുക്കുന്ന ഓരോ വ്യക്തിയെയും, അത് ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും യാതൊരു വലിപ്പ വ്യത്യാസമില്ലാതെ ദൈവം എല്ലാവരെയും കാണുന്നു. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ യവനനെന്നില്ല, യഹൂദനെന്നില്ല, സ്ത്രീ എന്നില്ല, പുരുഷൻ എന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്കൊന്ന് പറയാൻ പറ്റൂ, നമ്മളെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ഈ രാത്രികാലം വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുന്ന സമയത്ത് സങ്കീർത്തനം 126-ന്റെ 6 ഇതുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് മുന്നോട്ടേക്ക് കടന്നു പോവുക. അത് നമുക്ക് അറിയുന്ന ഒരു ഭാഗവും. അവിടെ പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. ഇന്ന് ആത്മാവിൽ കാണാൻ പറ്റൂ? നമുക്കൊരു ആർപ്പിൻ്റെ അനുഭവം ദൈവം തരുന്നത് ആത്മാവിൽ കാണാൻ സാധിക്കുമോ? ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലകളിൽ നമ്മൾ പലപ്പോഴും ചോദിച്ച ചോദ്യങ്ങൾ, ഇതിനൊക്കെ ഒരു റിസൾട്ട് എവിടെയാണ്? ഇതിനൊക്കെയുള്ളൊരു പ്രതിഫലം എവിടെയാണ്? പക്ഷേ അമ്മ പറഞ്ഞു, ആ വാക്യം നമ്മൾ ഒന്നുകൂടെ വ്യക്തമായി വായിക്കുന്ന സമയത്ത് അവർ ആർത്തുകൊണ്ട് വരുന്നതിന് മുമ്പ് അവർ കരഞ്ഞിട്ടുണ്ട്. അവർ വിതച്ച സമയത്ത് അവർക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ വിതച്ച സമയത്ത് അവർക്ക് വലിയ രീതിയിൽ കാര്യങ്ങൾ നടക്കുമെന്നൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ, നമ്മൾ ഏതെങ്കിലും വിത്തുകൾ വിതച്ചിട്ടുണ്ടെങ്കിൽ, അത് ദൈവരാജ്യത്തിലാണ് വിതച്ചതെങ്കിൽ, നല്ല നിലത്തിലാണ് വീണതെങ്കിൽ, നമുക്ക് വേണ്ടിയിട്ടൊരു ആർപ്പിൻ്റെ അനുഭവം ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര പേർക്ക് ആ ഒരു കാര്യത്തെ അതേ രീതിയിൽ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും? കർത്താവെ, എൻ്റെ ജീവിതത്തിനകത്തൊരു ആർപ്പിൻ്റെ അനുഭവം വരാൻ പോവുക. എൻ്റെ ജീവിതത്തിനകത്ത് കഴിഞ്ഞ നാളുകളിൽ ഞാൻ കരഞ്ഞത്, കഴിഞ്ഞ നാളുകളിൽ ഞാൻ തളർന്നത്, കഴിഞ്ഞ നാളുകളിൽ ഞാൻ പലരുടെ മുമ്പിൽ തല കുനിച്ചത്, ഇതിനെല്ലാം ഉപരിയായിട്ട് ദൈവം തന്നെ എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പോവുക? പ്രവർത്തിക്കുവാൻ പോവുക എന്ന് എത്ര പേർക്കൊരു വിശ്വാസമുണ്ട്? ആ ബോധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ടേക്ക് കടന്നു പോകണം. രണ്ട് പ്രിയമുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 7-ാമത്തെ വാക്യവും അതുപോലെ 1 തിമോത്തിയോസ് 5-ാം അധ്യായം 18-ാമത്തെ വാക്യവും ഒന്ന് വായിക്കാമോ? എടുത്തു വെച്ച പ്രിയമുള്ളവർ.
വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലൂടെ നമ്മൾ കടക്കാൻ പോവുക. വായിച്ചാട്ടെ. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പിൻ. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് മാറിപ്പോകരുത്. മതി. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 1 തിമോഥെയോസ് 5:18. ഇതേ വാക്യം തന്നെയാ, സെയിം വാക്യം തന്നെ. പക്ഷെ അതിലൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിലൂടെയാണ് നമ്മൾ മുന്നോട്ടേക്ക് കടന്നു പോകുന്നത്. ഒന്ന് വായിക്കാമോ? 1 തിമോഥെയോസ് 5:18. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നും ഉണ്ടല്ലോ. മതി. നമുക്ക് ഈ 2 വാക്യങ്ങളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് മുന്നോട്ട് പോകുന്നത്. നമ്മൾ വായിച്ച വാക്യം ഇതാണ്, ലൂക്കോസ് 10:7. അതുപോലെ നമ്മൾ വായിച്ച അടുത്ത വാക്യം 1 തിമോഥെയോസ് 5:18. ഇത് കൂടാതെ പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യർ 9:9 ഈ ഒരു വാക്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാക്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് അത് പഴയ നിയമത്തിൽ നിന്ന്, മോശയുടെ നിയമത്തിൽ നിന്ന് എടുത്ത ഒരു വാക്യമാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. അതാണ് ഞാൻ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആവർത്തന പുസ്തകം 25-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ഈ വാക്യത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത്. നമുക്കറിയാം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നിയമങ്ങളുള്ള ഒരു കാലഘട്ടം. അപ്പോൾ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് ചെയ്യരുത്, കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. അപ്പോൾ പ്രിയമുള്ളത്, എന്തുകൊണ്ടായിരിക്കും ആ കാര്യവും ഈ ഒരു വാക്യവുമായിട്ട് ഭയങ്കര കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, വേല ചെയ്യുന്ന ഒരു മനുഷ്യന് അത് ദൈവമാണ് അവന് വേണ്ടതായ പ്രതിഫലം കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം ഇത്രയേ ഉള്ളൂ. അന്ന് ആ കാലഘട്ടത്തിൽ ഈ കാളകളെല്ലാം ഈ നെല്ല് അതുപോലെയുള്ള ഗോതമ്പ് കാര്യങ്ങളൊക്കെ മെതിക്കുന്ന സമയത്ത് പല ആളുകൾ അതിൻ്റെ വായ എന്ത് ചെയ്യും, കെട്ടിവെക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത് മെതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിലത്തുള്ള നെൽമണിയോ അല്ലെങ്കിൽ ഗോതമ്പോ അല്ലെങ്കിൽ അതിന് വേണ്ടതായ കാര്യങ്ങളോ അല്ലെങ്കിൽ കച്ചയോ, ആ കാര്യങ്ങൾ കച്ച അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം കഴിക്കുവാൻ വേണ്ടിയിട്ട് അതിനെന്തുണ്ട്, അർഹതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പറയുന്നത്, ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നത്. മെതിക്കുന്ന കാളയ്ക്ക് എന്ത് ചെയ്യരുത്, മുഖക്കൊട്ട കെട്ടരുത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു കാര്യം ഓർത്തോണം, ആ ഒരു കാളയ്ക്ക് അത്രയും പ്രയോറിറ്റി ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് എത്ര പ്രയോറിറ്റിയാണ് തന്നേക്കുന്നത്. ആ ഒരു കാള ഒരു മൃഗമാണെങ്കിൽ നമ്മൾ സേവിക്കുന്ന ദൈവം നമുക്ക് എത്രമാത്രം പ്രയോറിറ്റിയാണ് തന്നിരിക്കുന്നത് എന്നൊരു കാര്യം ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, സദൃശ്യവാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദുഷ്ടനും പാപിക്കും പ്രതിഫലം കിട്ടുന്നുണ്ട്, അല്ലേ? ദുഷ്ടനും പാപിക്കും പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ അടുത്ത വാക്ക് നീതിമാൻ എത്രയധികം കിട്ടാൻ പോകുന്നത്. ഇന്ന് മറ്റുള്ളവർക്ക് എത്ര പ്രതിഫലം കിട്ടുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സേവിക്കുന്ന ദൈവജനത്തിന് വ്യക്തമായൊരു പ്രതിഫലം ഉണ്ട് എന്നാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓർത്തോണം, നമ്മൾ ചെയ്യുന്ന ആ കാര്യത്തിന് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന ഒരു സമയമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അവിടെ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ വേഗത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോകട്ടെ. ഈ ഒരു വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളും പലപ്പോഴും ഇതുപോലെ തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയൊക്കെയോ മേഖലകളിലൊക്കെ നമ്മൾ തഴയപ്പെട്ടിട്ടില്ലേ. ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലൂടെ ഞാൻ കടക്കാൻ പോവുക. ജോലി ചെയ്തിട്ടും കൂലി കിട്ടാതിരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ? നമ്മുടെ തലമുറയായിക്കോട്ടെ, നമ്മുടെ കുടുംബങ്ങളായിക്കോട്ടെ, നമ്മുടെ പ്രിയമുള്ളവരായിക്കോട്ടെ, ആ ഒരു പലരിൽ നിന്ന് ഞാൻ കേട്ടൊരു കാര്യം ഇങ്ങനെയാണ്, ചെയ്യുന്ന ജോലിയുടെ കൂലി കിട്ടുന്നില്ല, ചെയ്യുന്ന ജോലി കൊണ്ട് പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ അകത്തോട്ട് ഒരു കാര്യം വരുന്നില്ല എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളിൽ ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇത് പിന്നീട് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് ദൈവാത്മാവ് സംസാരിക്കുക. ആ വിഷയം എന്ന് പറയുന്ന ഒരു പോരാട്ടമാണ്. നമ്മൾ ചെയ്യുന്ന വേലയുടെ കൂലി കൃത്യമായിട്ട് നമുക്ക് കിട്ടണം. അത് പലപ്പോഴും നമ്മൾ കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വരും, വല്ലാത്ത ഫ്രസ്ട്രേഷനിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ്. ഈ ഒരു ഭാഗം കുറച്ച് സ്ലോ ആയിട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ, കാരണം ചില കാര്യങ്ങളോട് എനിക്കത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് ടയേർഡൊക്കെ ആയി തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ക്യാമറയ്ക്ക് ഒന്ന് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ആക്റ്റീവായിട്ടിരിക്കുമോ, ക്യാമറ അതിനുശേഷം ഒന്ന് ഓൺ ചെയ്തിട്ട്. അപ്പോൾ അതിനുശേഷമാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ പരിപാലനം ഒരിക്കലും അവസാനിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ദൈവമാണ് നമ്മുടെ വേലയ്ക്ക് ഏൽപ്പിച്ചതെങ്കിൽ, ദൈവമാണ് നമ്മുടെ ശുശ്രൂഷയിലൂടെ ഏൽപ്പിച്ചതെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു കാര്യത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല എന്നൊരു കാര്യമാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് മൊത്തമായിട്ട് നമ്മൾ അടുത്തൊരു വാക്യത്തിലൂടെയാണ് ഇനി ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് നമ്മൾ വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 1 തിമോഥെയോസ് 6-ാം അധ്യായത്തിൻ്റെ
6 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കാൻ പോകുന്നത്. അവിടെ ഒരു വാക്യത്തിലൂടെ മാത്രമാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. 1 തിമോഥെയോസ് 6-ാം അധ്യായം അതിൻ്റെ 6 തൊട്ടുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എല്ലാവരും ബൈബിൾ ഒന്ന് എടുക്കണം. ഞാൻ ആ ഒരു വാക്യം ഒന്ന് പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് മുന്നോട്ടേക്ക് കടന്നു പോകാം. വായിക്കേണ്ട വാക്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 തിമോഥെയോസ് 6:17. ഈ ലോകത്തിലെ ധനവാന്മാരെ ഉന്നതഭാവം ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവൻ കൊള്ളേണ്ടതിനും വരും കാലത്തേക്ക് മതി. നമ്മൾ ഇനി ആ ഭാഗത്തോടുന്ന് ഡീപ്പായിട്ട് കിടക്കും. പക്ഷെ നമ്മൾ വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ദൈവം പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രികാലം മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു പോയിന്റിലൂടെയാണ് നമ്മൾ ഇനി മുന്നോട്ടേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലെ ധനവാന്മാരെ കുറിച്ചുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞതിന് ശേഷമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കുവാൻ തരുന്ന ദൈവത്തിൽ ആശ വയ്ക്കുക. അപ്പോൾ ഒരു കാര്യം അവിടെ പ്രിയമുള്ളവർ ഓർക്കണം, നമുക്ക് സകലതും നന്നായിട്ട് അനുഭവിക്കുവാൻ തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാലസിംഹങ്ങളും ഇര കിട്ടാതെ നടക്കുമ്പോഴും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്നുള്ളത് ദൈവവചന സത്യമാണ് എങ്കിൽ പ്രിയമുള്ളവരെ, ദാവീദ് ഒരു സ്ഥലത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ബാലനായിരുന്നു, ഇപ്പോൾ ഞാൻ വൃദ്ധനായിരിക്കുന്നു, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവരുടെ തലമുറ ഒരിടത്തും തല കുനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, നീതിമാൻ ഒരിടത്തും തല കുനിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം നമുക്ക് പറയുവാനൊരു പ്രാഗൽഭ്യം ഉണ്ടാകണം. നമ്മൾ സേവിക്കുന്നതിന്, നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നതിന്, നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നതിന് നമുക്ക് കൃത്യമായൊരു പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും ഈ കാര്യങ്ങൾ നമ്മുടെ ഒരു ആത്മീക കണ്ണിൽ നമുക്ക് കാണുവാൻ സാധിക്കാത്തതാണ് നമ്മുടെ ഒരു പരാജയം എന്ന് പറയുന്നത്. അതിൻ്റെ തുടക്കം തൊട്ടുള്ള കാര്യങ്ങളോടൊന്ന് കടന്നു വരുന്ന സമയത്ത് അതിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണിക്കുന്നു: അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നതാനും ഇഹലോകത്തിൽ നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമില്ല. അടുത്ത വാക്ക്: ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാക്ക്: ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരും. അപ്പോൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവിടെ കിടക്കുന്നുണ്ട്. ധനവാനാകാൻ എന്ത് ചെയ്യരുത്? നമ്മൾ പണിപ്പെടരുത്. നമ്മൾ പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം, ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഏറ്റവും അധികം നമ്മൾ ചോദ്യം ചെയ്യും. പക്ഷേ ഈ രാത്രികാലം വളരെ വ്യക്തമായി ഈ 2 വാക്യങ്ങളിൽ ഒന്ന് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന ഒരു കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ? നമ്മൾ ധനത്തിലുള്ള നമ്മുടെ ആശ്രയം മാറ്റി ദൈവത്തിലോട്ട് നമ്മുടെ ഫോക്കസ് മാറുന്ന ഏത് സമയമാണോ ആ സമയത്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകുന്നത്. ഒന്നുകൂടെ വ്യക്തമായിട്ട് ആ കാര്യത്തിൽ നിന്ന് സംസാരിച്ചാൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം കിടക്കുന്നുണ്ട്. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞു കൊള്ളുവിൻ. അവിടെ പറയുക, സകല ദ്രവ്യാഗ്രഹവും എന്ത് ചെയ്യണം? സൂക്ഷിച്ച് ഒഴിഞ്ഞ് കൊള്ളണം. എന്നിട്ട് അടുത്ത വാക്ക് അതിനുശേഷമായിട്ട് പറയുന്നു: ധനവാനായ മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവെക്കുവാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. നമുക്ക് ഈ ഒരു ഭാഗം അറിയുന്നതാണല്ലോ പ്രിയമുള്ളവരെ. അപ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് ധനം കൂടിയ സമയത്ത് അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഈ പണം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ദൈവികമായ പർപ്പസിൽ നിന്ന് നമ്മൾ പലപ്പോഴും ട്രാക്ക് മാറിപ്പോകുന്നത്, നമ്മൾ പലപ്പോഴും തെറ്റായ രീതിയിലോട്ട് കടന്നു പോകുന്നത്. ഇന്ന് രാത്രികാലം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പണത്തിന് പകരമായിട്ട് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വളരെ വ്യക്തമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യും. ഇതിൻ്റെ ഒരു അടുത്തൊരു ഡീപ്പ് തലത്തിലൂടെ നമ്മൾ പോകാൻ പോകുക. വളരെ പ്രാർത്ഥനയോടെ പ്രിയമുള്ളവർ ഈ സെക്ഷനിൽ ആയിരിക്കണം. ഇവിടെ നമ്മൾ അതിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 10-11 വാക്യത്തിൽ കാണുന്ന ഒരു കാര്യം കൂടി ഒന്ന് വായിച്ച് മുന്നോട്ട് പോകട്ടെ. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതി കെട്ടവൻ അധികത്തിലും നീതി കെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആര് ഭാരമേൽപ്പിക്കും? ആ ഒരു വാക്ക് ശ്രദ്ധിച്ചോ. അനീതിയുള്ള മാമോൻ എന്ന് പറഞ്ഞാൽ അത് പണത്തെ കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ
അതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്വന്തമായത് ആര് തരും എന്നൊരു കാര്യം ഇവിടെ വളരെ വ്യക്തമായി പറയുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 13-ാമത്തെ ആ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഒരാൾക്കും 2 ആളുകളെ സേവിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രികാലം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തെ സേവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടതായ സകല കാര്യങ്ങളും ദൈവം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് അങ്ങനെ പറയുന്നത്, 2 യജമാനന്മാർ നമുക്കുണ്ടാകരുത്. ഇന്ന് നമുക്ക് എത്രയോ യജമാനന്മാരാണല്ലേ, 2 അല്ല എത്രയോ യജമാനന്മാരാണ് ഇന്ന് നമുക്കുള്ളത്. ആ യജമാനന്മാരുടെ സിസ്റ്റം നമ്മളിന്ന് മാറ്റി വെക്കണം. ഈ യജമാനനും ദാസനൊക്കെ പണ്ടുള്ള പരിപാടിയാണ്. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ വളരെ വ്യക്തമായി നമ്മൾ കാണുന്ന ഈ ഒരു വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്നാണെന്നറിയാമോ? നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, നമ്മൾ ചോദിക്കുന്നതല്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് നൽകുന്ന ഒരു ദൈവമുണ്ട്. അതാണ് 6-ാം അധ്യായത്തിന്റെ ആ 17-ാമത്തെ വാക്യത്തിൽ പറയുന്ന 2-ാമത്തെ സെന്റൻസ്, നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കുവാൻ തരുന്ന ദൈവം. അപ്പൊ സകലതും നമ്മളെ വിഷയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ചില വിഷയങ്ങളുടെ അകത്ത് നമ്മൾ ചിന്തിക്കുമായിരിക്കും, എൻ്റെ ഈ വിഷയങ്ങൾ ആരും അറിയുന്നില്ല, എൻ്റെ ഈ കാര്യങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രാത്രികാലം നമ്മളോട് സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, സകലതും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ അവിടെ നിന്ന് വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകട്ടെ. അപ്പോൾ അങ്ങനെയെങ്കിൽ ദൈവമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നതെങ്കിൽ, ദൈവമാണ് നമ്മളെ വിടുവിക്കുന്നതെങ്കിൽ, പലപ്പോഴും ആ പണം നമ്മുടെ സ്വന്തം പണമായിട്ട് നമ്മൾ കാണരുത്. ദൈവം നമുക്ക് പണം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആർഭാടം കാണിക്കാൻ നിൽക്കരുതെന്ന്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അതിന് കൃത്യമായൊരു കണക്ക് നമ്മൾ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ചെറിയ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തരാകുവാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവം ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് വിശ്വസ്തമായിട്ട് നിൽക്കുവാൻ സാധിക്കുക? ഇവിടെ നിന്ന് വളരെ മർമ്മപ്രധാനമായ നമ്മുടെ ജീവിതത്തിലെ ഒരു പോയിന്റിലോട്ടാണ് ഇനി ഞാൻ കടക്കുവാൻ വേണ്ടി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമ്മൾ ആയിരിക്കണം. ഈ രാത്രികാലം നമ്മളൊരു നിമിഷം ഒന്ന് നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. അടുത്തൊരു സെക്ഷനിലൂടെ നമ്മൾ കയറാൻ പോവുക. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ നടത്തിയെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഇനി കൂലി ദൈവം തരുവാനുള്ളൊരു സമയം അടുത്തുകൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം പ്രിയമുള്ളവരെ വളരെ അമേരിച്ചൊന്ന് പ്രാർത്ഥനയോടെ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് അടുത്തൊരു സെക്ഷനിലൂടെ നമ്മൾ കടന്നു പോവുക. അനുഗ്രഹം വില കൊടുത്ത് വാങ്ങുന്നതിന് മുമ്പ് എന്നൊരു തലവാചകം ഞാൻ അവിടെ കൊടുത്തേക്കുന്നത്. പലപ്പോഴും അനുഗ്രഹങ്ങളുടെ പുറകെ നമ്മൾ പോകുന്നതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അനുഗ്രഹത്തിന് പുറകെ പോകുന്നതിന് പകരമായി ദൈവത്തിൻ്റെ പുറകെ പോകുന്നവരാകുക. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, പണത്തിൻ്റെ പുറകെ പോകുന്നതിന് പകരമായി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പുറകെ പോകുക. പലപ്പോഴും നമ്മൾ അനുഗ്രഹം എന്ന് പറഞ്ഞ് വാങ്ങി വെക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ശാപമായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ, ഈ രാത്രികാലം എൻ്റെ പ്രിയമുള്ളവരോട് വളരെ വ്യക്തമായി ദൈവാത്മാവിൻ്റെ അവന് കൃത്യമായ സാന്നിധ്യത്തിൽ ഞാനൊരു കാര്യം കൈമാറട്ടെ. അനുഗ്രഹം നമുക്ക് ശാപമാകരുത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, കയീനും ഹാബേലും യാഗം കഴിക്കാൻ പോയി. 2 പേരും കഴിക്കാൻ പോയത് എന്തുവാ? യാഗമാണ്. 2 പേരും കഴിച്ചത് യാഗം തന്നെയാണ്. അവിടെ ദൈവം എന്തുകൊണ്ടാണ് കയീൻ്റെ യാഗത്തെക്കാളും ഹാബേലിൻ്റെ യാഗത്തിൽ പ്രസാദിച്ചത്? അത് പ്രസാദിക്കാനുള്ള കാരണം അത് അദ്ദേഹത്തിൻ്റെ മനസ്സാണ്, അല്ലേ? ആ അർപ്പിക്കുന്ന സമയത്ത് ഇന്ന് രാത്രികാലം നമ്മൾ ഈ ഒരു കാര്യം അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്, കയീനും പോയത്. പക്ഷേ ആ അനുഗ്രഹം തന്നിൽ നിന്ന് തന്നെ അനുജനിലോട്ട് പോയി എന്ന് കേട്ട സമയത്ത് തൻ്റെ ഹൃദയത്തിനകത്ത് ഈർഷ്യ വന്നു. അതിനുശേഷമാണ് വചനം എഴുതി വെച്ചിരിക്കുന്നു, അവൻ ശപിക്കപ്പെട്ടവനായി മാറി. പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനകളിൽ നമ്മൾ ശപിക്കപ്പെട്ടവരായി മാറുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ ശപിക്കപ്പെട്ടവരായി മാറുന്നുണ്ടോ? ഇന്ന് ഒരു കാര്യം എനിക്ക് വളരെ തുറന്നു പറയുന്ന ഒരു സങ്കടമുണ്ട്. ഇന്ന് പല മെസ്സേജുകളും പല പ്രസംഗകരും പലരെയും ശപിക്കുവാനുള്ള മാർഗമായിട്ട് മാറ്റിയേക്കുക. അനുഗ്രഹിക്കപ്പെടേണ്ട ഒരു കൂട്ടം ആളുകളെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ വന്നാൽ ഇന്ന് പലരെയും പോയിന്റ് ചെയ്യുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയേക്കുക. പരസ്യമായിട്ട് പലരെയും എന്ത് ചെയ്യുക? പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുത്തി ഉള്ള സംസാരങ്ങൾ ഇന്ന് നമ്മുടെ ഇടയിൽ വന്നേക്കുക. പ്രസംഗമൊക്കെ നല്ല അടിപൊളിയാണ്, കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്, പ്രാർത്ഥനയൊക്കെ അടിപൊളിയാണ്. പക്ഷെ വചനം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സഹോദരന് നേരെ നമ്മളിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അത് ദൈവസന്നിധിയിലോട്ട് എത്തുന്നുണ്ട് എന്നൊരു കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? വചനം വളരെ വ്യക്തമായി പറയുന്നു, സഹോദരന് നമ്മളോട് വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ യാഗവസ്തു അവിടെ വയ്ക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? പോകണം, ക്രമപ്പെടണം. ഈ കാര്യം കേൾക്കുമ്പോൾ നമുക്ക് അത്ര സന്തോഷമൊന്നും തോന്നുന്നില്ല.
നമ്മുടെ മനസ്സിനകത്ത് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് സംസാരിക്കുകയാ, അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത്, അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് കൂട്ടായ്മകളിൽ പോകുന്നത്, അല്ലാതെ സമയമില്ലാഞ്ഞിട്ടല്ല നമ്മൾ ആരും ഈ കൂട്ടായ്മകളിലൊന്നും വരുന്നത്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്, അനുഗ്രഹത്തിന് പകരം ശാപം വാങ്ങിക്കൂട്ടുന്ന കയ്യിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകരുത്. അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സമയത്ത് പല ജാതികൾ അവരെ ദൈവം ശപിച്ചു. ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആവർത്തന പുസ്തകത്തിൽ ഒരു ഭാഗം കിടക്കുന്നുണ്ട്, ദൈവം ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗം, ആവർത്തന പുസ്തകം 28. പക്ഷെ അതിന് തൊട്ട് മുമ്പ് ദൈവം 2 കാറ്റഗറീസ് ഓഫ് ആളുകളെ തിരഞ്ഞെടുത്തു. ഒന്ന് എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടും, 2 ശപിക്കുവാൻ വേണ്ടിയിട്ടും. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 27-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ അത് കാണുവാൻ സാധിക്കും. 12 ഗോത്രങ്ങളിൽ ചില ഗോത്രങ്ങളെ അനുഗ്രഹത്തിനായും ചില ഗോത്രങ്ങളെ ശാപത്തിനുമായിട്ട് വിളിച്ചു. അപ്പൊ ഈ ശപിക്കുവാൻ വേണ്ടിയിട്ടും എന്തുണ്ട്? ദൈവികമായ പ്രവൃത്തിയുണ്ട്. അപ്പോൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നിൽക്കുന്ന നമ്മൾ എന്ത് ചെയ്യരുത്? ശാപം വിളിച്ച് വരുത്തരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്നൊരു പരാജയമാണ്. അമേൻ സ്തോത്രം ചെയ്ത് ഞാൻ അവിടെ നിന്ന് വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോകട്ടെ. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. അതിന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുക. നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടാകും, +2ൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ മറ്റ് ഹയർ സ്റ്റഡീസിൻ്റെ എക്സാംസ് എഴുതിയിട്ടുണ്ടാകും. പക്ഷെ ഭൂമിയുടെ ജീവിതം ഒരു പരീക്ഷണമാണ്, ഒരു പരീക്ഷയാണ്. അതാ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു നിലവാരമുണ്ട്. ഭൂമിയിലെ ഈ ഒരു എക്സാം എഴുതുവാൻ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ പരീക്ഷയെ നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു വാക്യം ഇതിന് ആധാരമായിട്ട് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് ആ ഒരു വാക്യം വരുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 41 തൊട്ടുള്ള വാക്യങ്ങളാണ്. പക്ഷേ 38-ാമത്തെ വാക്യം മാത്രം നമ്മളൊന്ന് വായിക്കാൻ പോവുക. ലൂക്കോസ് 12-ന്റെ 38. ആരെങ്കിലും എടുത്തുവെങ്കിൽ ഒന്ന് വായിക്കാമോ? അല്ലെങ്കിൽ ഞാൻ വായിക്കാം. ലൂക്കോസ് 12-ന്റെ 38 വായിച്ചാണ്. അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാമതിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. അവിടെ ഒരു ദൈവികമായിട്ടുള്ള ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്റ്റിവാർഡ്ഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അതിനുശേഷമായിട്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലോട്ട് വരുമ്പോൾ 48-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. കുറച്ച് ചെയ്തവനോ, അവിടെ പറയുന്ന കാര്യം, അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറച്ച് മാത്രം അടികൊള്ളും, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. ആ വാക്ക് ശ്രദ്ധിച്ചോ, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. അധികം അനുഗ്രഹം വാങ്ങുന്നുണ്ടെങ്കിൽ, അധികം നന്മ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണമെന്നാ പറയുന്നത്? അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വളരെ തമാശ രീതിയിലൊരു കർത്താവിൻ്റെ ദാസം പറഞ്ഞൊരു കാര്യം ഒന്ന് കൂട്ടിച്ചേർക്കട്ടെ. എല്ലാവരും കർത്തൃമേശ എടുക്കുന്നവരാണല്ലോ അല്ലേ? കർത്തൃമേശ എടുക്കുന്നവരൊക്കെ ഒന്നൊരു തംസപ്പ് ഇടാവും. എല്ലാവരും എടുക്കുന്നു ഞാൻ ചിന്തിക്കുക. നമ്മളെല്ലാവരും കർത്തൃമേശ എടുക്കുന്ന ആളുകളാണ്. കർത്തൃമേശ കഴിഞ്ഞിട്ട് നമുക്കൊരു പരിപാടിയുണ്ട്. വിശുദ്ധ ചുംബനമൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിലൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ കവറൊക്കെ അങ്ങ് മാറ്റും. കവറൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ശേഷിച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും ഒക്കെ എന്ത് ചെയ്യും? അപ്പോൾ കർത്താവിൻ്റെ ദാസം പറയും, നമ്മൾ എന്ത് ചെയ്തു? ഈ നമുക്ക് ശേഷിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾ പാകം ചെയ്യണം. ചിലരുടെ ഭക്ഷണം ആ കഴിക്കുന്ന സമയത്ത് കഴിക്കൽ കണ്ടാൽ ഭക്ഷണം കഴിച്ചിട്ട് ആഴ്ചകളായ പോലെ തോന്നുക. അപ്പം വീഞ്ഞൊക്കെ കിട്ടുന്നത് ഓസിന് കിട്ടുക, ഫ്രീ ആയിട്ട് കിട്ടുക. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു സമയത്തെ എന്നെ സംഭവം എന്ന് വെച്ചാൽ, ചില ആളുകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഒരു കൈ കൊണ്ട് വാരുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ഈ 2 കൈ കൊണ്ട് വാരി വെച്ചിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അടുത്തവൻ എടുക്കാൻ പാടില്ലല്ലോ. അടുത്തവൻ എന്ത് ചെയ്യാൻ പാടില്ല? അടുത്തവന് കിട്ടുന്നതിന് മുമ്പ് എനിക്ക് ആ ബ്രെഡ് എന്ത് ചെയ്യണം? എൻ്റെ വായിലാക്കണം. എന്നിട്ട് ആ വീഞ്ഞ് കുടിക്കുന്ന ഒരു രംഗം കൂടിയുണ്ട്. ഇവിടെ പറയാൻ പോയ സാരാംശം എന്താണെന്നറിയാമോ? ഒരു ദേവദാസം വളരെ മനോഹരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ എന്നിട്ട് അതിനുശേഷം ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇത് കഴിയുന്നതിന് കർത്തൃമേശ കഴിഞ്ഞതിന് ശേഷമാണ്. ഈ ദേശത്തിൽ ഇതിൻ്റെ ഭാഗമാകുവാൻ ഒത്തിരി ആളുകളുണ്ട്. ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി ആളുകൾ ഇതിൽ നിന്ന് പാനം ചെയ്യുവാനായിട്ടുണ്ട്. ഒറ്റ കാര്യം, അധികമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അധികം ആത്മാക്കളെ കൊണ്ടുവരാൻ നമ്മൾ യോഗ്യരാണ്. അവരെയും കൂടിയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അവരുടെ പങ്ക് നമ്മൾ കഴിക്കുക. നമ്മൾ വിചാരിക്കുന്നത് ഇത് സിമ്പിൾ പരിപാടി, ഓസിന് അടിക്കാൻ കിട്ടിയ സാധനമെന്നാ. അല്ല, അധികം കഴിക്കുന്നുണ്ടെങ്കിൽ അധികം വിശ്വാസികളെ നമ്മൾ കൊണ്ടുവരണം. അതിന് പറ്റുന്നുണ്ടോ? നമുക്ക് ജീവിതത്തിനകത്ത് ദൈവം അധികം നന്മ നൽകിയിട്ട് ദൈവസന്നിധിയിൽ യഥാർത്ഥമായി നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ?
അധികം സാലറി നൽകിയിട്ട് നമുക്കത് കൃത്യമായിട്ട് ദൈവസന്നിധിയിൽ വിനിയോഗിക്കാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടെന്നറിയാമോ? പല കുടുംബത്തിനകത്തും അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ട്, പണമുണ്ടായിട്ട്, നല്ല ജോലി ഉണ്ടായിട്ട് ഇന്നും പല കുടുംബത്തിനകത്ത് വാടകയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു ഭാഗം ചിന്തിച്ചപ്പോൾ ദൈവാത്മാവ് ഇടപെട്ടൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് പ്രിയമുള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ആളുകൾ വാടക വീടുകളിലോട്ട് പോകുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലോട്ട് പോകുന്നു. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുക. ചില സാഹചര്യങ്ങളിൽ വീട് സ്വന്തമായിട്ട് ഉണ്ടാകത്തില്ല, കാര്യം ശരിയാണ്. പക്ഷെ അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ആ മണ്ഡലം എന്നാന്ന് ഇന്ന് രാത്രികാലം പ്രിയമുള്ളവർ തിരിച്ചറിയണം. കാരണം ചിലർ 6 മാസം 5 മാസം ഒരു സ്ഥലത്ത്, അതിനുശേഷം അവിടെ മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്നു, മറ്റൊരു വീട്ടിലോട്ട് പോകുന്നു. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ അധ്വാന ഫലം നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ഏതൊക്കെയോ മേഖലകളിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച അനുഗ്രഹത്തെ നമ്മൾ മറന്നതുകൊണ്ടാണ്. ഏതൊക്കെയോ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ട് വീണ്ടും നമ്മൾ ആ ദൈവത്തെ ചോദ്യം ചെയ്തതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വളരെ വ്യക്തമായി സംസാരിക്കുക ഈ വചനത്തിലൂടെ. അധികം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അധികം നമ്മൾ കണക്ക് ബോധിപ്പിക്കണം. എത്ര പേർക്ക് ഇന്ന് ആ ഒരു ചിന്ത മനസ്സിലാകുന്നുണ്ട്? കർത്താവ്, എൻ്റെ ജീവിതത്തിനകത്ത് ഏതൊക്കെയോ മേഖലകളുടെ കണക്ക് എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ട്, കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയിട്ടുണ്ട്. ജീവിതത്തിനകത്ത് അങ്ങനെ ഏതൊക്കെയോ മേഖലകളിൽ നമ്മൾ ചിന്തിച്ച പോലെ ചില കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന പ്രിയമുള്ളവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടെന്നറിയാമോ? കണക്ക് കൂട്ടലുകൾ തെറ്റിയതുകൊണ്ടാണ്. ഈ രാത്രികാലം അത് തിരുത്തുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ ആ കണക്ക് കൂട്ടലുകളെ കൃത്യമായിട്ട് ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം ആ ഒരു വാക്യം വളരെ നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അധികം നമുക്ക് നൽകി അധികം കൊടുക്കാൻ നമ്മൾ പഠിക്കണം. അവിടെ ഒരു ഇംഗ്ലീഷിലൊരു കോട്ട് പറയും, ഗിവിങ് ഈസ് ലീവിങ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഓപ്പോസിറ്റുമായിട്ടും പറയാം, ലിവിങ് ഈസ് ഗിവിങ്, ഗിവിങ് ഈസ് ലീവിങ്. നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ജീവിതം. ചില ആളുകളെ കണ്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഒരു ബൈബിൾ സ്റ്റഡി പറഞ്ഞ കാര്യം എങ്കിലും ഒന്ന് ആവർത്തിച്ച് പറയാം. നമ്മുടെ ചർച്ചിനകത്തൊക്കെ ഈ പിരിവുകളൊക്കെ എടുക്കാറുണ്ടല്ലോ. പിരിവുകളൊക്കെ എടുക്കുന്ന സമയത്ത് ചില ആളുകൾ പറയും, ഞാനൊരു 100 തരാം, ഞാനൊരു 500 തരാം, ഞാനൊരു 1000 തരാം. പക്ഷേ ഇത് ഉണ്ടായിട്ടും കൊടുക്കാതിരിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊരു കഥയാണ്. ഇത് നടന്നൊരു സംഭവമാണ്. ഒരു ചർച്ചിൻ്റെ അകത്ത് പണി നടന്നുകൊണ്ടിരിക്കുക. പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ അടുത്തു നിന്ന് എന്ത് ചെയ്തു? പൈസ പിരിച്ചു. പൈസ പിരിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അച്ചായൻ, ഒരു പണക്കാരൻ, പുള്ളിക്കാരൻ 5 പൈസ കൊടുത്തില്ല. അപ്പോൾ ഒരു ദിവസം ഞായറാഴ്ച ആരാധിച്ചുകൊണ്ടിരിക്കുക. ശക്തമായ ആരാധന നടക്കുക. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ശക്തമായ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഓട് പൊട്ടി താഴെ വീണ് പുള്ളിയുടെ തലയിൽ വീണു. തലയിൽ വീണ സമയത്ത് പുള്ളി എന്ത് ചെയ്തു? ചാടി എന്നിട്ട് പറഞ്ഞു, ഞാൻ 5000 രൂപ സഭയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന്. അപ്പോൾ തൊട്ടടുത്തിരുന്ന ആളുകൾ പറഞ്ഞേ, ഈ 5000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട് അവൻ്റെ തലയിൽ വീഴേണ്ടതായിട്ട് വന്നെന്ന്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതം അങ്ങനെ തന്നെയാണ് കേട്ടോ. ചിലതൊക്കെ വരുമ്പോഴേ നമ്മൾ കൊടുക്കത്തുള്ളൂ. ഹോസ്പിറ്റലിൽ നമ്മൾ കിടക്കുമ്പോഴേ നമ്മൾ കൊടുക്കത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ 1 രൂപ പോലും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ ഒരു അനുഗ്രഹം പോലും നഷ്ടപ്പെട്ടു പോകരുത്. പലപ്പോഴും അത് നമ്മുടെ കുടുംബത്തിലോട്ട് വരാതെ മറ്റുള്ള മേഖലയിലോട്ട് കടന്നു പോകുന്നുവെങ്കിൽ ഈ രാത്രികാലം ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ട്. പണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരീക്ഷയാണ്. ആ പരീക്ഷ നമ്മൾ ജയിക്കണം. ആ പരീക്ഷ ജയിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് പലരും എന്ത് ചെയ്യുന്നത്? പരാജയപ്പെട്ട് പോകുന്നത്. അവിടെ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഒരേ സമയത്ത് വിശ്വാസവുമാണ് പരീക്ഷയുമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം കൂടുതൽ നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുക. ഞാൻ അവിടെ നിന്ന് മുന്നോട്ടേക്ക് കടന്നു പോകട്ടെ. ഇനി വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലൂടെ നമ്മൾ പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മുടെ GST കുറിച്ച് പഠിപ്പിക്കും. എന്നിട്ട് നമുക്ക് ATM കാർഡ് തരും. എല്ലാവർക്കും GST അറിയുന്നത്, പക്ഷെ ആ GST കുറിച്ചല്ല ഞാനിന്ന് പറയാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം. GST അറിയുന്ന ആളുകളൊക്കെ ഒരു തംസപ്പ് ഒന്നിടാവോ? GST എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് കേട്ടിട്ടുള്ളവർ, ഒരിക്കലെങ്കിലും നിങ്ങൾ ആ വാക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് ഇടാവോ? നമ്മൾ ഈ ബില്ലൊക്കെ വാങ്ങുമ്പോൾ അവിടെ GST എന്ന് കാണാം. ATM കാർഡുള്ള പ്രിയമുള്ളവരൊന്ന് എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല, ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്കൊരു തംസപ്പ് ഒന്ന് ഇടാമോ? ATM കാർഡുള്ള, സ്വന്തമായിട്ട് ATM കാർഡുള്ള ആളുകൾ. നമുക്കെല്ലാം എന്തുണ്ട്? ATM കാർഡുണ്ട്, നമ്മൾ പലപ്പോഴും ക്യാഷ് എടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ പോയി. ഈ ടോപ്പിക്കിൻ്റെ ഏറ്റവും കോറായിട്ടുള്ളൊരു തലത്തിലൂടെ നമ്മൾ കയറാൻ പോവുക. അപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന കാര്യം, ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് മുമ്പ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് ചെയ്യും. ഒന്ന്, നമ്മളെ GST കുറിച്ച് പഠിപ്പിക്കും. 2, നമുക്ക് എന്ത് ചെയ്യും? ഒരു ATM കാർഡ് തരും.
ഇന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് സ്വന്തമായിട്ട് ATM കാർഡ് ഉണ്ടെങ്കിലും ആ ATM കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് ദൈവം ഒരു ATM കാർഡ് നൽകാൻ പോവാം? ആഗ്രഹമുണ്ടോ ഒരു ATM കാർഡ് ദൈവത്തിൽ നിന്ന് കിട്ടണമെന്ന്? നമുക്ക് ബാങ്കിൽ നിന്ന് ATM കാർഡ് കിട്ടാൻ ഭയങ്കര താല്പര്യം അല്ലേ? പക്ഷേ ഇന്ന് ദൈവത്തിൽ നിന്നൊരു ATM കാർഡ് കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ പോവുക. അതിനു മുമ്പായിട്ട് നമ്മൾ എന്താണ് GST എന്നൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കാം. GST എന്ന് പറയുന്ന കാര്യത്തിലൂടെ പഠിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലൂടെ ഇന്ന് വരുന്നത്. അപ്പോൾ എന്തായിരിക്കും GST? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 3 ചിത്രങ്ങൾ പ്രിയമുള്ളവർ കാണാൻ പറ്റും. ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലോ. നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഓരോ ചിത്രത്തിന് പോലും ഒരർത്ഥമുണ്ട്. അപ്പോൾ എന്താണ് GST? ഇപ്പോൾ ഇതുകൊണ്ട് എന്ത് ഗുണമാണ് നമുക്കുള്ളത്? പോട്ടെ, ഇതിപ്പോൾ കൊടുത്തില്ലല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ഗവൺമെൻറ്റിന് നമ്മൾ GST കൊടുത്തില്ലേൽ അവിടെ എന്ത് നടക്കത്തില്ല? കഴിഞ്ഞ ദിവസം ഇപ്പം പല പണക്കാരായ സമ്പന്നരായ ആളുകളുടെ വീട്ടിലൂടെ ആര് വരുന്നുണ്ട്? ED വരുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇൻകം ടാക്സ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പണം കൊടുക്കാത്തതുകൊണ്ട്. ഈ 3 ഇമേജസ് കാണുമ്പോൾ അതിൽ ആദ്യത്തെ ഇമേജസ് ഒരു പണത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. രണ്ടാമത്തെ ഒരു ചോദ്യചിഹ്നമാണ് നിൽക്കുന്ന ഒരാളാണ്. മൂന്നാമത്തെ ഒരാൾ അതും ഈ GST കാർഡ് എന്നാ ബന്ധം? ഒരിക്കലും ഒരു വ്യക്തി ഒരു ഇൻ്റർവ്യൂവിന് ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഭയങ്കര പ്രശസ്തമായൊരു കമ്പനിയുടെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ പുള്ളിയോട് ചോദിച്ചു എന്നാ GST എന്ന് ചോദിച്ചു. പുള്ളി ഒരു യൗവനക്കാരനാണേ, നമ്മളെപ്പോലെ ഒരു ചെറുപ്പക്കാരനാണേ, പുള്ളി നന്നായിട്ട് ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരാളാണേ. അപ്പോൾ പുള്ളി പെട്ടെന്ന് GSTയുടെ ഫുൾ ഫോം പറഞ്ഞു, ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ടേക്ക് കെയർ. പുള്ളിയുടെ GST നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന GST പലരോട് നമ്മൾ പറയുന്ന GST അത്. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ടേക്ക് കെയർ. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഗുഡ് നൈറ്റ് അല്ലേ? പക്ഷെ അതല്ല GST. പക്ഷെ ഈ GST ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ടേക്ക് കെയർ എപ്പോഴാകുന്നതെന്ന് പറഞ്ഞാൽ ഈ പഠനം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് ആ രീതിയിലോട്ടാകുമെന്ന്. അപ്പോൾ GSTയുടെ ഫുൾ ഫോം ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ടേക്ക് കെയർ അല്ല, നമ്മൾ പഠിക്കാൻ പോവുക. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഇനി ഈ കാര്യം പറഞ്ഞേക്കില്ലേ, അതുകൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുക. അപ്പോൾ പറയരുത് ഇങ്ങനെയൊരു പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് GST എന്ന് പറഞ്ഞാൽ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ടേക്ക് കെയർ അല്ലാട്ടോ. ആത്മീയമായിട്ടുള്ളൊരു അർത്ഥത്തിലൂടെ ഈ കാര്യം വളരെ ഫിനാൻഷ്യലോട് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് ആ ഒരു രീതിയിൽ ഒരു ഹെഡിങ് കൊടുത്തത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് GST എന്താണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം G എന്താണ് എന്നൊരു വാക്ക് നമുക്ക് പഠിക്കാം. GSTയുടെ ആദ്യത്തെ G, അത് G എന്ന് പറയുന്നത് ഗീവ് എന്ന് കാണിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ കൊടുക്കുക അല്ലെങ്കിൽ നൽകുക. G എന്ന് പറഞ്ഞാൽ കൊടുക്കണം. ആർക്കാ കൊടുക്കണ്ടേ? ദൈവത്തിന് കൊടുക്കണം, മനുഷ്യർക്ക് കൊടുക്കണം. പക്ഷെ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കൊടുക്കാൻ പറ്റുന്നില്ല. ഈ 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ മനോഹരമായ ഒരു വാക്യം. ഗോഡ് ലവ്സ് ചിയർഫുൾ ഗീവർ. നന്നായിട്ട് കൊടുക്കുന്ന ആളുകളെ ദൈവം സ്നേഹിക്കുന്നു. നന്നായിട്ട് സ്തോത്രം കൊടുക്കാറുണ്ടോ? നന്നായിട്ട് ആരാധനയെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? നന്നായിട്ട് കൈയടിക്കാറുണ്ടോ? നന്നായിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? ഈ പണത്തിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, എന്ത് ചെയ്യുമ്പോഴും നന്നായിട്ട് കൊടുത്തു നോക്കിക്കേ. ഈ വീട്ടിലെ പ്രശ്നം പറഞ്ഞാൽ ചെറിയൊരു ടിപ്പ് കൂടെ പറഞ്ഞു തരട്ടെ. ഈ ചില ഭർത്താക്കന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന ആ ഭക്ഷണം വായിൽ വയ്ക്കാൻ ഇവിടെ അങ്ങനെ ആരും ഇല്ലയെന്ന് ഞാൻ ചിന്തിക്കുക. അങ്ങനെ ദൂത് ഏറ്റെടുത്തവരാരും ഇവിടെ ഇല്ല എന്ന് ഞാൻ ചിന്തിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്നും പറയണ്ട, നിങ്ങൾ മൗനമായിട്ടൊരു ആമയം പറഞ്ഞു. അതിൻ്റെ എളുപ്പം മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. രാവിലെ അടുക്കളയിൽ കയറുമ്പോഴേ ഈ പാത്രം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുന്നതിന് മുമ്പേ അത് കൈ വെച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കി നോക്കിയേ. എന്നാ ടേസ്റ്റാണെന്നറിയാമോ? ഞാനത് അനുഭവിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഉച്ചയ്ക്ക് കഴിച്ചപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ തോന്നിയേയില്ല. അത് നമ്മുടെ കൂടെയുള്ള സ്നേഹിതന്മാർ അവർ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ചിന്തിച്ചെടുത്താൽ അത് പുറത്ത് പോകണോ വേണ്ടേ. അപ്പോൾ ഈ ഭക്ഷണം കാണുമ്പോൾ പെട്ടെന്ന് അതിൽ കൈ വെച്ചങ്ങ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ്. നമ്മൾ എന്തുകൊണ്ടാണ് ഭക്ഷണത്തിന് മുമ്പ് മിക്കവാറും പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രാർത്ഥനയും എല്ലാവരും കാത്തിരിക്കുന്ന പ്രാർത്ഥന. ഭക്ഷണത്തിൻ്റെ പ്രാർത്ഥന കൂടിപ്പോയ വിഷയം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ചെറിയ പ്രാർത്ഥന ഭക്ഷണത്തിൻ്റെ പ്രാർത്ഥന അല്ലേ? രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ജോലി ചെയ്യുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഒരു കാര്യം ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ദൈവം കൊടുക്കുന്നവർ ഇഷ്ടപ്പെടുക. കൊടുക്കാൻ പറ്റുമോ നമുക്ക്?
അതോ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഈ കാലമാടന് നമ്മുടെ ഇടയിൽ ഉള്ളതാ ആന്നേ. ഇത് നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ ചിന്തിച്ചേക്കുന്ന ഇതൊന്നും ആരും അറിയുന്നില്ലെന്നാ. ഈ കാലമാടനെ കൊണ്ട് പണ്ട് ഉടമ്പടി ചെയ്തപ്പോൾ ഒരു കാര്യം പറഞ്ഞേ, എന്തോ പറഞ്ഞ്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തോ പറഞ്ഞ ഇത് തമ്മിൽ രണ്ടല്ല ഒന്നാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോടി, കാലമാടെന്ന് വിളിക്കുമ്പോൾ ആരെയും കൂടി വിളിക്കുന്നത്? നമ്മളെയും കൂടി വിളിക്കുന്നത്? എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ മറ്റൊരാളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ ഒന്നിനെ കൊള്ളാത്തവൻ എന്ന് പറയുമ്പോൾ അത് ആരെ കൂടെ വിളിക്കുന്നത്? നമ്മളെ കൂടെ വിളിക്കുന്നത്. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. ആരെ വിളിക്കുന്നത്? നമ്മളെ തന്നെ വിളിക്കുന്നത്. എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു കാര്യം? കൊടുക്കുന്നത് നല്ലതാണ്. ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, കൊടുത്ത എവിടെയും കിട്ടും. അത് വേറെ രീതിയിലാണ്. കൊടുത്ത കൊല്ലത്തും കിട്ടും. പക്ഷെ ദൈവസന്നിധി നമ്മൾ കൊടുത്ത ഓൺ ദ സ്പോട്ടിൽ നമുക്ക് കിട്ടും കേട്ടോ. അത് നല്ലതാണെങ്കിൽ നല്ലത് എന്ന് തന്നെ ദൈവം പറയും. പണ്ട് 2 സഹോദരങ്ങളെ അന്യാഗ്നി കത്തിച്ചു. അത് ദൈവാലയത്തിൽ ഇരുന്നിട്ടാ. കൊടുക്കാൻ വേണ്ടി പോയതാ. പോട്ടെ, കൊടുക്കാനുള്ളത് എടുക്കാൻ വേണ്ടി പോയതാ. ഓൺ ദ സ്പോട്ടിൽ അടി കിട്ടി. ഞാനൊരു ചെറിയൊരു കാര്യം കൂടി ഇവിടെ നിന്ന് ചേർത്ത് പറയട്ടെ. കൊടുക്കുന്നത് നല്ലതാണെങ്കിലും അനുഗ്രഹം കിട്ടും, കൊടുക്കുന്നത് മോശമാണെങ്കിൽ ശാപവും കിട്ടും. ഓൺ ദ സ്പോട്ടിൽ അടി. മനസ്സിലാകുന്നുണ്ടോ? ആ വാക്യങ്ങളോടൊന്നും നമ്മൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കണം. ഇത് അവിടെ കുറച്ച് വാക്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വാക്യങ്ങൾ നിങ്ങൾ പ്രിയമുള്ളവർ ആ സമയത്തൊന്ന് വായിച്ചാൽ മതി. അതുകൊണ്ട് നോട്ട് ചെയ്തേരെ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന് 38, സദൃശവാക്യം 11-ന്റെ 24 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ആവർത്തന പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, കൊടുക്കുമ്പോൾ എന്ത് തോന്നരുത്? വ്യസനം തോന്നരുത്. നമ്മൾ കൊടുക്കുമ്പോൾ അയ്യോ ഞാൻ അദ്ദേഹത്തിനാണല്ലോ കൊടുക്കണേ, ആ പുള്ളി എനിക്ക് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഈ കല്യാണത്തിനൊക്കെ അതും കൂടെ ഞാനൊരു കാര്യം തുറന്ന് പറയാം. കല്യാണത്തിന് പ്രത്യേകിച്ച് പെൺപിള്ളയുടെ കല്യാണത്തിന് മുമ്പ് നമ്മുടെ ഫ്രണ്ടിന് ഒരു മോളുണ്ട്, നമുക്കൊരു മോളുണ്ടെന്ന് വിചാരിക്കും. നമ്മുടെ മോളുടെ കല്യാണം വന്നു, നമ്മൾ അവരെയും വിളിച്ചു. അപ്പോൾ അവർ ചിന്തിക്കുന്ന കാര്യം എന്തുവാ? നമുക്ക് മോളുണ്ട്, കല്യാണത്തിന് വിളിക്കുമ്പോൾ അവരെന്തെങ്കിലും തരണമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1000 രൂപ ആണല്ലോ, ഇത് നടക്കുന്ന കാര്യമാണല്ലോ. 1000 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ തിരിച്ച് കിട്ടുമല്ലോ ഇത്. അടുത്ത പ്രാവശ്യം അതെന്ത് ചെയ്യും? തിരിച്ച് 1000 കുറയാതെ കിട്ടും, മിനിമം 1000 കിട്ടും. നമ്മുടെ കുറേ ഉഡായിപ്പ് പരിപാടികളൊക്കെ മാറ്റണം കേട്ടോ. നമ്മൾ ഭയങ്കര ആത്മീയതയിൽ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്. കൊടുക്കുമ്പോൾ പോലും നമ്മളത് ചിന്തിക്കുന്നത് എനിക്ക് എത്ര കിട്ടുമെന്നാ. പത്രോസ് പണ്ട് കർത്താവിനോട് ചോദിച്ചു ചോദ്യമുണ്ട്, കർത്താവ് ഞങ്ങൾക്ക് എന്താ കിട്ടുക? നമ്മുടെ ചോദ്യം അതാ, കർത്താവ് എന്താ കിട്ടാൻ പോകുന്നത്? അതിന് കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരു കൂട്ടം വിശ്വാസികളുണ്ട്. അപ്പത്തിന് വേണ്ടി വരുന്നവരുണ്ട്, സൗഖ്യത്തിന് വേണ്ടി വരുന്നവരുണ്ട്, അത്ഭുതം കാണാൻ വേണ്ടി വരുന്നവരുണ്ട്, അതുപോലെ വിടുതലിന് വേണ്ടി വരുന്നവരുണ്ട്, പോട്ടെ കുറ്റം പറയാൻ വേണ്ടി വരുന്നവരുണ്ട്, ഏറ്റവും ഒടുവിലായിട്ട് കർത്താവിന് കൂടെ നിൽക്കുന്നവരുമുണ്ട്. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടുമെന്നത് മാറ്റിയിട്ട് ദൈവത്തിന് എന്ത് കിട്ടുമെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്താൽ ദൈവത്തിന് എന്ത് കിട്ടും? ദൈവത്തിന് എന്താ കിട്ടും? ഇപ്പോൾ മനസ്സിൽ ചോദ്യം വന്നിട്ടുണ്ട്, ദൈവത്തിന് എന്താ കിട്ടാൻ പോകും? ഞാനല്ലേ കുക്ക് ചെയ്യുന്നത് അല്ലേ? അല്ല. അവിടെ അതിലൂടെ നമ്മൾ ചെയ്യുന്ന ആ കാര്യത്തിൻ്റെ മഹത്വം ആർക്ക് പോകും? ദൈവത്തിന് പോകും. നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ ആഹാ കൊള്ളാം, ആ മഹത്വം ആർക്ക് പോകും? നമുക്കല്ല പോകുന്നത്, നമ്മളെ സൃഷ്ടിച്ച ദൈവം സന്തോഷിക്കുക. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഓർത്തോണം, കൊടുക്കുന്ന കാര്യം ദൈവനാമം മഹത്വം വരാനാകണം. ഇനി നാളെ തൊട്ടിട്ട് വീട്ടിലെ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ, നേരത്തെ പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് ഓർത്തോണം. കാലമാടാന്നൊക്കെ വിളിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വിളിച്ചേക്കണം. നമ്മുടെ ചിലപ്പോൾ ബൈബിളൊരു വാക്യമുണ്ട്, നമ്മുടെ ഹൃദയത്തിലുള്ളതാ പുറത്തോട്ട് വരിക. രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഇന്നലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർക്കുക. അപ്പോൾ പിന്നെ എന്നെ പൊന്നച്ചാച്ചാന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്നാ പറയുക? കാലമാടാന്നല്ലേ വിളിക്കുള്ളൂ. ഓർത്തോണം കേട്ടോ. അതൊക്കെ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. നമുക്ക് അതിന് ശേഷമായിട്ട് ഒരു പ്രധാനപ്പെട്ട മേഖല അതിൽ കാണാൻ പറ്റും. കൊടുക്കുമ്പോൾ വ്യസനം തോന്നരുത്.
അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന് 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങളിൽ മക്കദോനിയ എന്ന് പറയുന്നൊരു സഭയെക്കുറിച്ച് കാണുവാൻ സാധിക്കും. പൗലോസിന് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഒരു മക്കദോനിയ ഒരു ദർശനം കാണുകയാണ്. അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുകയാണ്. പക്ഷേ പ്രിയമുള്ളവർ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പൗലോസിന് ആസിയയിലോട്ട് പോകാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, നീ മക്കദോനിയയിലോട്ട് പോകണം. പക്ഷെ ഞാൻ അവിടെ ഒരു ആത്മീയമായ മർമ്മം കൈമാറട്ടെ. ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് മക്കദോനിയയിലോട്ട് പോയപ്പോൾ ഈ മക്കദോനിയ സഭയാണ് പൗലോസിൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തൊരു സഭയായിട്ട് മാറിയത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിലാണ്. ചില സമയത്ത് ദൈവം നമ്മളോട് പറയാം നോ. ചില വിഷയത്തിനകത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല എങ്കിൽ ഞാൻ വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം കൈമാറുക. പൗലോസിന് വേണമെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് ആസിയയിലോട്ട് പോകായിരുന്നു, അല്ലെങ്കിൽ ബിദുന്യയിലോട്ട് പോകായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു പോകരുത്. ചില സമയത്ത് ദൈവം നമ്മളെ വിലക്കുന്നത് അതുകൊണ്ടാണ്. ചിലതിന് നമ്മൾ പോകരുത്. ചില മേഖലയിൽ നമ്മൾ ആവശ്യമില്ലാത്തടത്ത് നമ്മൾ നിൽക്കരുത്. സങ്കീർത്തനം 1 പറയുന്നു, എവിടെ നിൽക്കരുത്, എവിടെ ഇരിക്കരുത്, എന്ത് ചെയ്യരുത്. പ്രിയമുള്ളവരെ, നമ്മൾ ഏതെങ്കിലും മേഖലകളിൽ അങ്ങനെ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ദൈവസാന്നിധ്യം നമ്മളിൽ നിന്ന് അകന്നു മാറുക. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മക്കദോനിയയിലോട്ട് പോയ ഈ പൗലോസിന് വേണ്ടിയിട്ട് അവിടെ ലുദിയ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ ഭവനം ഓപ്പൺ ചെയ്യുക. എന്തുവാണ് ആ ഭവനത്തിൻ്റെ പ്രത്യേകത? ആദ്യത്തെ വിശ്വാസിയാണ്, ഫിലിപ്പിയിലെ ആദ്യത്തെ വിശ്വാസിയാണ്. പക്ഷെ അതിനുശേഷമായിട്ട് അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. അവിടെ ഈ കാര്യങ്ങൾ കാരാഗ്രഹത്തിലെല്ലാം കിടന്നതിന് ശേഷമായിട്ട് പൗലോസും കൂട്ടരും കൂടെ പോകുന്നത് എവിടേക്കാണ്? ഈ ലുദിയയുടെ വീട്ടിലോട്ടാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു വീട് അവിടെ ഒരുക്കി. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊക്കെ ചില സമയത്ത് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ, ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു എൻ്റെ പ്രിയരെ, നമ്മൾ പലപ്പോഴും പറയാറില്ല ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ ആരും അറിയുന്നില്ലെന്ന്. പക്ഷെ നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് നമ്മുടെ പുറകിൽ എത്രയോ പേര് പ്രാർത്ഥിക്കുന്നതേ കൊണ്ടല്ലേ? നമ്മുടെ പുറകിൽ എത്രയോ പേര് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മളെ കാണാതെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞാനിന്ന് ജീവനോടെ ഇരിക്കണമെങ്കിൽ എനിക്ക് പുറകിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളതുകൊണ്ടാണ്. എനിക്ക് പുറകിൽ ഉപവസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ പലപ്പോഴും അവരെ കാണുന്നില്ല. പക്ഷെ ഓർത്തോണം കേട്ടോ, അവരതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. ദൈവസന്നിധിയിലോട്ട് എൻ്റെ സഹോദരനെ, എൻ്റെ സഹോദരിയെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമാണ് നമ്മൾ ഓരോരുത്തരും ഇന്നായിരിക്കുന്നത്. എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? അവരെപ്പോഴേലും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മളൊരു അപകടത്തിലോട്ട് കടന്നു പോകുന്ന സമയത്ത് നമ്മൾ തകർന്നു പോയേനെ. നമ്മളൊരു വീഴ്ചയിലോട്ട് കടന്നു പോകുന്ന സമയത്ത് നമ്മൾ വീണ് പോയേനെ. ഈ സമയത്ത് ഹൃദയത്തിനകത്ത് ദൈവത്തിന് നന്ദി പറയാൻ പറ്റുമോ? നമ്മൾ കൊടുക്കാൻ മറന്നു പോയപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് പലരെയും ദൈവം എഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഈ രാത്രിക്കാലം നന്ദി പറയണം പ്രിയമുള്ളവരെ. നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് മുട്ടുമടക്കി പ്രാർത്ഥിച്ച ഒരു കൂട്ടം ആളുകൾ. രാത്രി പെട്ടെന്നൊരു ദർശനം കണ്ട സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിത, അദ്ദേഹം എനിക്ക് വൈകുന്നേരം രാത്രി ഒരു മെസ്സേജ് ഇട്ടു, സനു ഒരു കാര്യം കാണുന്നുണ്ട്, ഒരു അപകടത്തിനെ കുറിച്ച് ഇങ്ങനെ കാണുന്നു, ദൈവാത്മാവ് ഇങ്ങനെ സംസാരിച്ചു. രാവിലത്തോട് ഞാനും പപ്പയും മമ്മിയും എൻ്റെ അനിയത്തിയും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നെന്ന്. രാത്രികാലം എന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, വളരെ വേദനയോടെ വിളിച്ചു പറഞ്ഞു. ആ രാത്രികാലം തന്നെ ഞാനും ഇരുന്ന് പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ കോളേജിൽ നിന്ന് പുറത്തോട്ട് ബൈക്ക് എടുത്ത് പോകുന്നു. നേരെ ഒരു ബൈക്ക് വന്ന് ഞങ്ങൾ തട്ടുന്നു. പക്ഷെ നിലത്ത് വീണില്ല എന്ന് മാത്രമല്ല, ഒരു പോറൽ പോലും പറ്റിയില്ല. എന്തുകൊണ്ടാണ്? ദൈവം ചിലർക്ക് ചില രാത്രിയിൽ അതുപോലെ കാഴ്ചപ്പാട് നൽകുന്നത് കൊണ്ടാണ്. ഇന്ന് രാത്രികാലം ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഈ ഒരു ക്ലാസ്സിൽ ഞാനൊരു കാര്യം കൈമാറട്ടെ. ഗിവിങ്, കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാത്രി 12 മണിക്ക് നമ്മൾ ഉറക്കം പോകുന്നുവെങ്കിൽ, രാത്രി 1 മണിക്ക് നമ്മൾ ഉറക്കം പോകുന്നുവെങ്കിൽ, 2 മണിക്ക് നമ്മൾ ഉറക്കം പോകുന്നുവെങ്കിൽ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ സ്വസ്ഥത പോകുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുവെങ്കിൽ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ടുമടക്കണം. നമ്മുടെ എത്രയോ പ്രിയമുള്ളവർ അതുപോലെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ദൈവദാസന്മാർ, നമ്മുടെ ദൈവദാസിമാർ എത്രയോ പേരുടെ പ്രാർത്ഥന നിമിത്തമാണ് ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ നിൽക്കുന്നത്. മക്കദോനിയ സഭയുടെ പ്രത്യേകത 9-8 അധ്യായത്തിൽ കാണുന്നൊരു കാര്യമുണ്ട്. അവർ കടന്നു പോയത് ഭയങ്കര ഒരു തകർച്ചയിലാണ്. മഹാകഷ്ടതയിലും അവരെന്നാ ചെയ്തു? പൗലോസിന് വേണ്ടി പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, മഹാകഷ്ടത്തിലാണേലും കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഒരു കാര്യം അവിടെ നിന്നൊരു ആത്മീകമായ മർമ്മം ഇങ്ങനെ കൈവരുന്നുണ്ട്. മക്കദോനിയയിലൂടെ പോയപ്പോൾ ഒരു ലുദിയായുടെ വീട് അവിടെ തുറന്നുവെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ വീട് ലുദിയായുടെ വീടായിട്ട് മാറട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവ്, എൻ്റെ വീട്ടിലോട്ട് വരുന്നവരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മാനിക്കാൻ പറ്റണം. അത് ചെറിയൊരു ചമ്മന്തിയാണെങ്കിൽ അത് മതി പ്രിയമുള്ളവരെ. സന്തോഷത്തോടെ ആ മനുഷ്യന് കുറച്ച് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അത് മതി പ്രിയമുള്ളവരെ. അല്ലാതെ പൈസ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവർ വരുന്ന സമയത്ത് ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, അവർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ, അവർ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അല്പസമയം ഇരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ,
ഞാൻ പലപ്പോഴും കേട്ടൊരു കാര്യം ഇങ്ങനെയാ, പലരും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പലരും എന്തിനാ അറിയും നമ്മളെ വിളിക്കുന്നത്? അവര് നമ്മളെ എന്തോ വലിയ സംഭവം ആയതുകൊണ്ടല്ല, പക്ഷെ അവർക്കൊരു പ്രതീക്ഷയുണ്ട്, ഇന്ന വ്യക്തിയെ വിളിച്ചാൽ ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ജീവിതത്തിനകത്തൊരു വിടുതലാണ്. അതുകൊണ്ടാണ് അവർ വിളിക്കുന്നത്. എത്രയോ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളുടെ അകത്ത് ഈ രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയാ. ചില വ്യക്തികളെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടോ? ചില വ്യക്തികളോട് അവരിൽ നമ്മൾ അവരോട് കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ഇരുന്നിട്ടുണ്ടോ? സമയം മാറ്റി വയ്ക്കാതെ ഇരുന്നിട്ടുണ്ടോ? മക്കദോന്യ സഭ നമ്മെ പഠിപ്പിക്കുക, ഒരു ഭവനം തുറക്കണം, ചിലരെ ക്ഷണിക്കണം, ചിലരെ ഇൻവൈറ്റ് ചെയ്യണം. ആദ്യത്തെ കാര്യം GSTയുടെ ഗീവ്, കൊടുക്കുക. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് തന്നെ നൽകി. ഏറ്റവും ബെസ്റ്റാണ് തന്നത്. ഒരു കാര്യം കൂടെ ഞാനിവിടെ നിന്ന് കൂട്ടിച്ചേർക്കട്ടെ. നമ്മുടെ ഈ പള്ളിയിൽ പൈസ കൊടുക്കുന്ന കാര്യമുണ്ടല്ലോ, സ്തോത്ര കാഴ്ച ഇടുന്നവരൊക്കെ ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. എനിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒന്ന് ആക്റ്റീവായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവരും സ്തോത്ര കാഴ്ചയൊക്കെ ഇടാറുണ്ടല്ലോ. സ്തോത്ര കാഴ്ച ഇടുന്നവർക്കായി സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കോളേജിൽ നിന്നൊരു കാര്യം കണ്ടു. ഇവിടെ ഭയങ്കര കണ്ണ് നിറഞ്ഞു ഒരു സംഭവം. ഞാൻ നോക്കിയപ്പോഴേ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ, അവരുടെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ അവരെന്തൊക്കെ അറിയോ, ഒരു 3-4 കോയിൻസ് ഇങ്ങനെ ഒരു സെല്ലോ ടേബിൾ ചുറ്റിയിട്ട് ഇട്ടേക്കുക. എന്നെ സംഭവം എന്ന് വെച്ചാൽ അത് ചില്ലറയാന്നുള്ള കാര്യം ആരും അറിയരുത്. എൻ്റെ ഹൃദയത്തെ തകർത്തൊരു വിഷയം അത്. അവർ കൊടുക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ദൈവം കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊടുക്കുന്ന രീതിയുടെ അകത്തൊരു മാറ്റം വരണം. ഈ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഈ പഴഞ്ചൻ പൈസ ഉണ്ടല്ലോ, പലരുടെ ഒരു പരിപാടിയുണ്ട്, കീറിയ നോട്ട്, മുഷിഞ്ഞ നോട്ട്. ഞാനൊരു കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ടൊരു കാര്യം കൈമാറട്ടെ. ദൈവത്തിന് കൊടുക്കുന്നത് നല്ലതാണെങ്കിൽ, ഞങ്ങൾ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രാക്ടിക്കൽ മിനിസ്ട്രിക്ക് പോയപ്പോൾ ഒരു ചർച്ചയിൽ പോയതാണ്. ഒരു അമ്മച്ചി ഇങ്ങനെ ഒരു 20ൻ്റെ കെട്ടുകൾ ഇങ്ങനെ തന്നെ ബൈബിൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. നോക്കിയപ്പോൾ സൂപ്പർ നോട്ടുകൾ, ഒരു വരയില്ല, ഒരു പുള്ളിയില്ല, ഒരു കുത്തില്ല, ഒന്നും മടങ്ങിയിട്ട് പോലുമില്ല. അമ്മച്ചി എന്നെ ചെയ്യുന്നറിയാമോ, സ്തോത്രകാഴ്ചയുടെ സമയമാകുമ്പോൾ ഈ ബൈബിളിൽ നിന്ന് ആ 20 രൂപ 20 ഇടുന്നുള്ളൂ, 20 ഇടുന്നേ ഉള്ളൂ. പക്ഷെ കൊടുക്കുന്നതിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ആ 20 രൂപ ഇടും, അതേ റെസ്പെക്റ്റോടുകൂടി ഇടും. അനുഗ്രഹിക്കപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം കൂടെ പറയട്ടെ. സ്തോത്രകാഴ്ച ഇടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുമ്പ് വരെ ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് 10-20. ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുമ്പ്. അപ്പോൾ ഓർത്തോണം, ബൈബിൾ കോളേജിൽ പോയപ്പോൾ ദൈവാത്മാവിൻ്റെ മനസ്സിലൊരു കാര്യം ഇങ്ങനെ ഇടപെട്ടു, കർത്താവിന് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കണം. ഇത് കൂടുതൽ കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല, ദൈവം ഒരു ആത്മീയ മർമ്മത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ബൈബിൾ കോളേജിൽ പോയപ്പോൾ ദൈവാത്മാവിൻ്റെ അടുത്ത് ഭയങ്കര ഇടപെടും. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എനിക്ക് വേണമെങ്കിൽ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തോണ്ട് ചോദിക്കാം. ഈ ബൈബിൾ കോളേജിലുള്ളപ്പോൾ ഞാൻ ആരുടെ അടുത്ത് ചോദിക്കും? 100 രൂപ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, അന്ന് തീരുമാനം എടുത്തു വിട്ടിട്ട് ആ 2 വർഷം പൂർത്തീകരിക്കുന്നത് വരെ ദൈവം എന്ത് ചെയ്തു? എവിടെന്നേലും എന്നല്ല, എനിക്കിവിടെ കൃത്യമായിട്ട് ദൈവാത്മാവ് ആ ഒരു രീതിയിൽ ഞായറാഴ്ച ക്യാഷ് തരും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ കോളേജ് കഴിഞ്ഞപ്പോൾ അടുത്തൊരു തീരുമാനം എടുത്തു, കർത്താവേ 200 രൂപ ഇടാം. ഇത് ഇട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ആ തീരുമാനം എടുത്തപ്പോൾ എൻ്റെ പ്രിയമുള്ളവർ, ഇന്ന് ഈ നിമിഷം വരെ ദൈവം ആ രീതിയിൽ കൊടുക്കുവാൻ സാധിച്ച സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയോട് ആ ഓഫറിങ്ങിലോട്ട് ഇടുന്നതിന് മുമ്പ് ഞാൻ ഒറ്റ കാര്യം പ്രാർത്ഥിക്കും, കർത്താവേ, ഇത് കടന്നു പോകുന്ന വ്യക്തി, ഇത് കടന്നു പോകുന്ന വിശ്വാസി, ഇത് കടന്നു പോകുന്ന കുട്ടി, ഇത് കടന്നു പോകുന്ന വ്യാപാരി, ഈ പൈസ തൊടുന്ന ഏത് വ്യക്തിയാണെങ്കിലും അവൻ അല്ലെങ്കിൽ അവൾ അനുഗ്രഹിക്കപ്പെടണം. പ്രാർത്ഥിക്കാൻ പറ്റുമോ നമുക്കൊന്ന്? അതാ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. അത് റിട്ടേൺ കിട്ടുമെന്നേ. നമ്മൾ ചിന്തിക്കാത്ത രീതി ഇൻവെസ്റ്റ്മെൻറ്റ് ദൈവം നമുക്ക് നൽകുമെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസ്തമായി നിന്നാൽ മതി. ഈ നമ്മുടെ കീറിയ പൈസയും പരിപാടിയൊക്കെ ഇടുന്ന കാര്യം ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കണം, ഏറ്റവും ശ്രേഷ്ഠകരമായ ദൈവത്തിന് കൊടുക്കണം. നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചപ്പുകൊട്ടയല്ല നമ്മുടെ ദൈവം, ചവിറ്റുകൊട്ടയല്ല നമ്മുടെ ദൈവം. നമുക്ക് വേണ്ടാത്തത് ദൈവത്തിനെടുക്കാം, അത് വേറെ ആർക്കെങ്കിലും അങ്ങ് എടുത്തോളാം. ആ പരിപാടി ഇന്ന് മാറ്റി വെച്ചിട്ട് ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ പ്രിയമുള്ളൊരു അനുഗ്രഹം ഓട്ടോമാറ്റിക് നമ്മുടെ വീട്ടിലോട്ട് വരും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ കാര്യം വിളിച്ചു പറയുന്നത്. ആദ്യത്തെ കാര്യം കൊടുക്കുക, ഗീവ്. രണ്ടാമത്തെ കാര്യത്തിലൂടെ നമ്മൾ പോവുക, സേവ്. രണ്ടാമത്തെ കാര്യം GSTയുടെ എസ് എന്ന് പറയുന്നത് സേവ്. അതിൻ്റെ അർത്ഥം സംരക്ഷിക്കുക, മിതമായി ചെലവിടുക, ലാഭിക്കുക, സൂക്ഷിക്കുക. നമ്മൾ ഈ കാര്യങ്ങൾ വാങ്ങുന്നതിനൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വാക്യമൊന്ന് നമുക്ക് വായിച്ചിട്ട് നമുക്ക് അതിലൂടെ മുന്നോട്ടേക്ക് കടന്നു വരാം.
ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? സദൃശ്യവാക്യങ്ങൾ 21-ാം അധ്യായം. ഞാൻ എല്ലാ വാക്യങ്ങളോടും നമ്മൾ കടക്കുന്നില്ല. സദൃശ്യവാക്യം 21-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വചനം എടുത്ത് ആരെങ്കിലും ഒന്ന് വായിക്കുവാണെങ്കിൽ നല്ലത്. സദൃശ്യവാക്യം 21-ന്റെ 20. ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട്, മൂഢനോ അവയെ ദുർവ്യയം ചെയ്തു കളയുന്നു. എന്റെ പ്രിയമുള്ളവർ, ആ വാക്കൊന്ന് ശ്രദ്ധിച്ച്. എന്നാ മനോഹരമായ വാക്യമല്ലേ? ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ എന്തുണ്ട്? വിലയേറിയ നിക്ഷേപമുണ്ട്, തൈലമുണ്ട്. നമ്മുടെ വീട്ടിൽ എന്നാ ഉള്ളത്? നമ്മുടെ വീട്ടിൽ എന്നും ദാരിദ്ര്യം പറച്ചില്ല. ചില വീടിൻ്റെ പ്രത്യേകതയാണ് എന്നും ദാരിദ്ര്യം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളെ ഇങ്ങനെ വിളിച്ച് സംസാരിച്ചപ്പോഴേ അദ്ദേഹം പറയാം, അദ്ദേഹത്തിന് ജോലിയുണ്ട്, ഹസ്ബൻഡിന് ജോലിയുണ്ട്, എന്നും ദാരിദ്ര്യം. ചില ആളുകൾ പറഞ്ഞിട്ടുള്ള വണ്ടിക്കൂലിക്ക് പോലും പൈസയില്ല. എങ്ങനെയാണ് പ്രിയമുള്ളവർ ഈ കാര്യം വന്നത്? സേവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ജ്ഞാനിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മളെങ്കിൽ, നമ്മളെ സ്വയം ജ്ഞാനി എന്ന് പറയാനല്ല ഞാൻ പറയുന്നത്. ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ എന്തുണ്ട്? അവിടെ വിലയേറിയ നിക്ഷേപമുണ്ട്. നമ്മുടെ നിക്ഷേപം നമ്മൾ ഇന്ന് ആ ഒരു നിലവാരത്തിൽ സേവ് ചെയ്യാൻ തയ്യാറാകുന്നെങ്കിൽ വലിയൊരു വിടുതല. ഞാൻ അവിടെ നിന്ന് ആ ടോപ്പിക് ഒന്ന് വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകാം. അതിനുശേഷമായിട്ട് പ്രൊബർബ് അല്ലെങ്കിൽ സദൃശ്യവാക്യം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്. ഉറുമ്പിനെ കുറിച്ച് കാണുന്ന ഒരു കാര്യമുണ്ട്. ഉറുമ്പ് വേനൽക്കാലത്ത് തനിക്ക് വേണ്ടതായ ആഹാരം ശേഖരിക്കുക. ആ സമയത്ത് മറ്റൊരു സ്ഥലത്ത് കാണുന്ന കാര്യമുണ്ട്, കൊയ്ത്തുകാലത്ത് കിടന്ന് ഉറങ്ങുന്നവനെ കുറിച്ചും കാണുന്നുണ്ട്. തെസ്സലോനിക്ക സഭയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. തെസ്സലോനിക്ക സഭ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയെ പഠിപ്പിച്ചു, കർത്താവായ യേശുക്രിസ്തു വരാറായിരിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന കഷ്ടങ്ങൾ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾ കടന്നു പോകുന്ന മേഖലകൾ, ഇതെല്ലാം കർത്താവ് നന്നായിട്ട് അറിയുന്നുവെന്ന് തെസ്സലോനിക്ക സഭയെ പഠിപ്പിച്ചു. തെസ്സലോനിക്ക സഭയെ പഠിപ്പിക്കുക മാത്രമല്ല, അവിടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആളുകളുടെ ഉള്ളിലൂടെ എൻകറേജ്മെന്റ് കൊടുക്കാൻ പൗലോസ് പറഞ്ഞു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ വളരെ വേഗത്തിൽ വരും. അപ്പോൾ തെസ്സലോനിക്ക സഭയിലുള്ള പല വിശ്വാസികളും ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? അവർ ചിന്തിച്ചു, ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് വരും, അപ്പോൾ പിന്നെ പണിയെടുത്തില്ലേലും കുഴപ്പമില്ല, അധ്വാനിച്ചില്ലേലും കുഴപ്പമില്ല. 1 തെസ്സലോനിക്കയിൽ നമുക്ക് ആ വാക്യം കാണാൻ പറ്റും. അങ്ങനെ വായിച്ചു വരുന്ന സമയത്ത് നമുക്കത് 1 തെസ്സലോനിക്കറിൻ്റെ താഴോട്ട് വായിച്ചു വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാര്യം ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുമ്പോൾ വാക്യം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, ആ വാക്യം ഒന്ന് ഞാൻ വായിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നത്, നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങി പാർക്കുവാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്ന് നിങ്ങളെ ഞാൻ പ്രബോധിപ്പിക്കുന്നു. അപ്പം എന്തുവാ പ്രത്യേകത? ഈ ജനം ഇവർ കർത്താവ് വരാറായി, അപ്പം അതുകൊണ്ട് ഇനി പണിയെടുക്കണ്ട, കർത്താവ് വരാറായി, ഇനി അധ്വാനിക്കണ്ട. നമ്മുടെയൊക്കെ ചിന്ത അതാണ്, കർത്താവ് ഇപ്പോൾ വരും, അപ്പോൾ ഞാൻ അധ്വാനിക്കണ്ട. ആ ചിന്ത തെറ്റായിട്ടുള്ളൊരു ചിന്തയാണ്. പക്ഷെ അതേ അധ്യായത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, വേല ചെയ്യണം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം നമുക്ക് അതിൻ്റെ ആ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും. വാക്യം റെഫറൻസിന് ഈ ഒരുപാട് ഓർക്കുന്നില്ല, പക്ഷെ പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അവിടെ എന്ത് ചെയ്യണം, വേല ചെയ്യണം എന്നൊരു രീതിയിൽ വളരെ വ്യക്തമായിട്ട് കാര്യമുണ്ട്. അതായത് വേല ചെയ്യാത്തവൻ ഭക്ഷണം കഴിപ്പാൻ യോഗ്യനല്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഇവരുടെ ജീവിതത്തിൽ ആ ഒരു കാര്യം വന്നതുകൊണ്ടാണ്. നമ്മൾ മടിയരായി മാറില്ല പ്രിയമുള്ളവരെ. നമ്മൾ അധ്വാനിക്കുകയും നമ്മൾ കാര്യങ്ങൾ എടുത്തു വയ്ക്കുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, മടിയരായിട്ട് മാറല്ലേ. 10 കന്യകമാർ 5 കന്യകമാർ കാര്യങ്ങളെ ക്രമീകരിച്ചു വെച്ചു. അവർ കിടക്കുന്നതിന് മുമ്പ് വിളക്ക് റെഡിയാക്കി വെച്ചു, അവർ കിടക്കുന്നതിന് മുമ്പ് എണ്ണ റെഡിയാക്കി വെച്ചു. പക്ഷേ 5 പേർ, അവരുടെ കയ്യിൽ വിളക്കുണ്ട്, അവരുടെ കയ്യിൽ എണ്ണയുണ്ട്. പക്ഷെ ഒരു ആവശ്യം വന്നപ്പോൾ ഇവർ അവരുടെ അടുത്ത് നിന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് നിങ്ങൾക്ക് തികയാതെ വണ്ണം വരുന്ന സാഹചര്യം വരും, അതുകൊണ്ട് നിങ്ങൾ പോയി വാങ്ങണം. എന്താ അവിടെ നടന്നേ? രാത്രി യജമാനൻ വന്നു, വാതിൽ മുട്ടി, 5 പേര് വിളക്കെടുത്തു. ആ വിളക്കെടുത്ത ആളുകളെ ദൈവം അകത്ത് കയറ്റി. കർത്താവ് അതുപോലെ വരാനുള്ള സമയമായിരിക്കുക. വിളക്ക് ഇന്ന് കത്തുന്നില്ല എങ്കിൽ, എണ്ണ ഇന്ന് ഇല്ല എങ്കിൽ, പഴയ നിയമത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവാലയത്തിൽ ആ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം, അത് എപ്പോഴും തെളിഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് നേരത്തെ വിളക്കുകൾ കെട്ടുപോയിട്ടാണ് ഇരിക്കുന്നത്. ആ വിളക്കുകൾ ഇന്ന് തെളിയിക്കണം കേട്ടോ. മടിയുടെ അനുഭവങ്ങൾ മാറട്ടെ. പണിയെടുത്ത് വേല ചെയ്യുന്നവർക്ക്, കൃത്യമായ വേല ചെയ്യുന്നവർക്ക് ഉള്ള ആ ഒരു അനുഗ്രഹമുണ്ട് എന്നാണ് നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടോപ്പിക്കിന് അടുത്തൊരു തലത്തിലൂടെ നമ്മളൊന്ന് കടക്കാൻ പോവുക. നമുക്ക് അതിനുശേഷമായിട്ട് ഈ ജോസഫിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും.
ഏറ്റവും നല്ലൊരു മോഡലാണ്. അത് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ 41-ാം അധ്യായത്തിന് 34-36 വാക്യങ്ങളില്ല. ആ പാണ്ഡികശാലകളിലൊക്കെ ഇദ്ദേഹം എടുത്തു വെച്ചൊരു കാര്യത്തെക്കുറിച്ച് കാണാൻ പറ്റും. 5-1 അവരെന്ത് ചെയ്തു? വാങ്ങി. 5-1 എന്ന് പറഞ്ഞാൽ 20% ജോസഫ് എന്ത് ചെയ്തു? സേവ് ചെയ്തു. ആ ഭാഗമൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. 5-1 20% അദ്ദേഹം എന്ത് ചെയ്തു? ഫ്യൂച്ചറിലോട്ട് സേവ് ചെയ്തു. നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ സേവ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് പ്രിയമുള്ളവരെ. ഞാൻ അവിടെ നിന്ന് വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോകട്ടെ. നമ്മുടെ സേവിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ലാക്ക് ഓഫ് ഫെയ്ത്ത്. സേവിങ് എന്ന് പറയുന്നത് വിശ്വാസക്കുറവല്ല, പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ഷനാണ്. നമ്മൾ സേവ് ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടി ഞാനൊന്ന് പറയാം. സേവ് ചെയ്ത് വെച്ചിട്ട് നല്ല ആഹാരം കഴിക്കാതെ പുറത്തു പോകുമ്പോൾ ചായ കുടിക്കുന്ന പരിപാടിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നല്ല വിശന്നാലും ചിലർക്ക് അങ്ങനെയാണല്ലോ, സേവ് ചെയ്ത് ആ രീതിയിലോട്ട് പോകണം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. സേവ് ചെയ്യുകയും വേണം. അത് ഒരു പക്വതയിൽ, ഒരു പരിജ്ഞാനത്തിൽ നമ്മൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. 2 കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം GST. G എന്ന് പറഞ്ഞാൽ ഗീവ്, കൊടുക്കുക. S എന്ന് പറഞ്ഞാൽ സേവ്. അടുത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു വിഷയം. T, ടൈത്ത്, ദശാംശം. അതിന് ആധാരമായിട്ട് ഒരു വാക്യമുണ്ട്. ആ വാക്യം മാത്രം എന്ന് പറഞ്ഞ് ആ താഴത്തെ പോയിന്റ് മാത്രം പറഞ്ഞ് ഞാൻ അതിലൂടെ കിടക്കും. വിശ്വാസികൾക്ക് ഇഷ്ടമില്ലാത്തൊരു ടോപ്പിക്കാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഏതെങ്കിലും കർത്താവിൻ്റെ ദാസന്മാർ ആ ഒരു ഭാഗം പ്രസംഗിച്ചാൽ പറയും ഇത് ഞങ്ങളിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, അല്ലേ? അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മൾ സ്വയം അതിലൊരു ബോധ്യം ഉണ്ടാക്കുക. മലാക്കി 3-ാം അധ്യായം 10-ാമത്തെ വാക്യം, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? അപ്പോൾ അനുഗ്രഹം വേണേൽ ആ കാര്യം നമ്മൾ എന്ത് ചെയ്തോണം? കൃത്യമായിട്ട് ചെയ്യുക. ഞാൻ അവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടുതൽ നൽകുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒരു പക്വതയുണ്ടല്ലോ, എല്ലാവർക്കും ഒരു പരിജ്ഞാനം ഉണ്ടല്ലോ. ആ ഒരു പരിജ്ഞാനത്തിൽ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല, ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതല്ല, എന്തിനു വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല, അതാർക്ക് വേണ്ടി കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ ദശാംശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ലൂസിങ് മണി. ഇത് പണം നഷ്ടപ്പെടുത്തുകയല്ല, നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? പലരുടെയും ചിന്ത, കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം, വീട്ടിൽ ഉള്ള കാര്യങ്ങൾക്ക് കഴിഞ്ഞിട്ട് വേണയിലൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ വേണയിൽ മാറ്റി വെച്ചിട്ട് അതുകൊണ്ട് യാതൊരു കാര്യമില്ല, അത് ശാപം മാറത്തുള്ളൂ. കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുത്തോളൂ. അല്ല വീട്ടിലെല്ലാം മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സെറ്റിലായിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ അതും സെറ്റിലാകില്ല, ഇത് സെറ്റിലാകില്ല. ഞാൻ അവിടെ നിന്ന് മുന്നോട്ടേക്ക് കടന്നു പോകാം. പ്രിയമുള്ളവർ, ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായി എന്ന് ചിന്തിക്കുകയാണ്. കുറച്ച് സ്പീഡ് കൂടിയാണ് പോകുന്നത്, കാരണം നമുക്ക് ഈ ടോപ്പിക്കിൻ്റെ ഒരു ക്ലോസിങ്ങിലൂടെ നമ്മൾ വരുക. ഒരു ക്ലാസ്സും കൂടെ നമ്മുടെ മുന്നിലുള്ളൂ. പക്ഷെ അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ പ്രിയമുള്ളവർക്ക് മനസ്സിലായി എങ്കിൽ ഒരു തംസപ്പ് ഉണ്ടാവോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രിയമുള്ളവർക്ക് ചോദിക്കാം. മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുവാണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വന്ന കാര്യം GST എന്ന് പറഞ്ഞാൽ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ടേക്ക് കെയർ അല്ല. G എന്ന് പറഞ്ഞാൽ ഗീവ്, S എന്ന് പറഞ്ഞാൽ സേവ്, T എന്ന് പറഞ്ഞാൽ ടൈത്ത്. ഈ GST കൃത്യമായി കൊടുത്താൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഗുഡ് നൈറ്റും സ്വീറ്റ് ഡ്രീംസും ടേക്ക് കെയർ ഒക്കെ ഉണ്ടാകും. മനസ്സിലായോ? ഇനി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ. ഇത് മൂന്നും പരസ്പരം കണക്ട് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ കൊടുക്കുമ്പോൾ ഔദാര്യമായി കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അത് നമ്മുടെ പണത്തോടുള്ള കൊതി ഇല്ലായ്മ ചെയ്യും. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിക്കോ. കൊടുക്കുമ്പോൾ ഔദാര്യമായി കൊടുക്കുക, അപ്പോൾ നമ്മുടെ ആ പണത്തോടുള്ള കൊതി കുറയും. 2, നമ്മൾ സേവ് ചെയ്യുമ്പോൾ പരിജ്ഞാനത്തോടെ സേവ് ചെയ്യണം. അത് നമുക്ക് സ്ഥിരതയുണ്ടാകും. ഞാൻ ഇതിനു ശേഷം ഒന്നും കൂടെ അത് റിപ്പീറ്റ് ചെയ്യാം.
കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഞാൻ പറയാം, കൊടുക്കുമ്പോൾ ഔദാര്യമായി കൊടുക്കണം. അത് നമ്മുടെ പണക്കൊതി ഇല്ലായ്മ ചെയ്യും. സംരക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ എടുത്തു വയ്ക്കുമ്പോൾ അത് പരിജ്ഞാനത്തിൽ എടുത്തു വയ്ക്കണം. അത് നമുക്ക് സ്ഥിരത നൽകും. അവസാനത്തെ കാര്യം, ദശാംശം കൊടുക്കുമ്പോൾ മാന്യമായി കൊടുക്കണം. അത് ദൈവത്തിൻ്റെ ഫേവർ നമ്മളിൽ കൊണ്ടുവരും, ദൈവിക അനുഗ്രഹം നമ്മളിൽ കൊണ്ടുവരും. പ്രിയമുള്ളവർക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുക. ഞാൻ അവിടെ നിന്നൊന്ന് വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുക. അതിൻ്റെ താഴെ ഞാനൊരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. കൊടുക്കുമ്പോൾ ഭയമില്ലാതെ കൊടുക്കണം. കൊടുക്കുമ്പോൾ ഞാൻ കൊടുത്തത് ദൈവത്തിനാണ് എന്നൊരു ബോധ്യം ഉണ്ടാകണം. ഞാൻ കൊടുത്തത് മനുഷ്യൻ കാണാൻ വേണ്ടിയിട്ടല്ല എന്നൊരു ബോധ്യം ഉണ്ടാകണം. ഞാൻ കൊടുക്കുന്നത് കപടഭക്തിക്കാരെ പോലെ ആകരുത്. ഞാൻ കൊടുത്തത് നാട്ടുകാരെ അറിയിക്കാനാകരുത്. ഞാൻ കൊടുത്തത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള രീതിയിലാകരുത്. എൻ്റെ അച്ചായൻ തൊട്ടടുത്തിരിക്കുന്ന അച്ചായൻ 100 കൊടുത്തു, അപ്പോൾ അച്ചായൻ എന്നാ ചിന്തിക്കുന്നു വിചാരിച്ച് 200 കൊടുക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ കയ്യിൽ 50 ഉള്ള 50 കൊടുത്താൽ മതി. മനസ്സിലായോ? ആ ഒരു കാര്യം ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. നിങ്ങൾക്ക് ആർക്കും സങ്കടമൊന്നുമില്ലല്ലോ അല്ലേ? വിഷമമൊന്നുമില്ലല്ലോ? കാരണം ഇതുപോലെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലേ? നമ്മുടെ ചർച്ച് കോമ്പറ്റീഷൻ ആക്കി മാറ്റരുത്. ഒരാൾ 500 കൊടുക്കുമ്പോൾ തൊട്ടപ്പുറമുള്ള അച്ചായൻ ചാടി കയറി വിളിച്ചോടെ ഞാൻ 1000 കൊടുക്കും. 1000 കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തു, പക്ഷെ അത് കോമ്പറ്റീഷന് വേണ്ടി മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടിയിട്ടാകരുത്. എൻ്റെ പ്രിയമുള്ളവർ, ഇത് നിങ്ങൾ അംഗീകരിച്ചാലില്ല എങ്കിൽ ഈ കാര്യം എനിക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് ചർച്ചിനകത്ത് കോമ്പറ്റീഷനാണ്. ചർച്ചിനകത്ത് എന്താ കോമ്പറ്റീഷൻ? ഇന്ന പുള്ളിയേക്കാൾ എനിക്ക് കൊടുക്കണം, ഇന്ന പുള്ളിയേക്കാൾ എനിക്ക് എന്ത് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. ആ ചിന്ത ഇന്ന് വൈകുന്നേര സമയത്ത് മാറണം പ്രിയമുള്ളവരെ. കൊടുക്കുമ്പോൾ പേടിച്ചിട്ട് കൊടുക്കരുത്. അതുപോലെ സേവ് ചെയ്യുന്നത് അഹങ്കാരത്തോടെ ആകരുത്. ഞാൻ കുറേ കാര്യം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കുറേ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അഹങ്കാരം വരരുത് കേട്ടോ. പണം ഉണ്ടെങ്കിൽ അഹങ്കാരം വരാനുള്ള സാധ്യതയുണ്ട്. ഓർത്തോണം, ആ അഹങ്കാരത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് മാറണം. 1, കൊടുക്കുമ്പോൾ ഭയം ഉണ്ടാകരുത്. 2, എടുത്തു വയ്ക്കുമ്പോൾ അഹങ്കാരം ഉണ്ടാകരുത്. 3, ദശാംശം മോഷ്ടിക്കാതെ കൊടുക്കണം. മലാക്കി 3-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. ഒരുത്തനെ ദൈവത്തെ തോൽപ്പിക്കാമോ അല്ലെങ്കിൽ മനുഷ്യനെ ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്ങനെയാ? ദശാംശത്താലും വഴിപാടിനാലും തന്നെ. അതിന് തൊട്ട് മുമ്പ് പറയുന്നു, ഒരു മേത്രമായ ആടിനെ നേർന്ന ഒരു വ്യക്തി തള്ളയാടിനെ കൊടുക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മലാക്കി പറയുന്നു. ഇതൊക്കെ അന്ന് ഇസ്രായേൽ ജനം ചെയ്ത കാര്യമാണെങ്കിൽ ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന കാര്യമാണ്. ഞാൻ അവിടെ നിന്ന് വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകണം. ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിയർ ആയി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മുന്നോട്ട് ഞാൻ കടന്നു പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ATM കുറിച്ചാണ്. GST മനസ്സിലായോ? ഇത്രയും വലിയൊരു സംഭവം GST എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലായിരുന്നു. ഈ GST നമ്മൾ ഉറക്കവും കളയുകയും ചെയ്യും, ഉറക്കം നൽകുകയും ചെയ്യും അല്ലേ? നന്നായിട്ട് കൊടുത്താൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ലേ? മനസ്സ് മൊത്തം സമാധാനമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സന്തോഷമായിട്ട്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് അല്ലേ? നമുക്ക് ഭയങ്കര ഹാപ്പിയാണെങ്കിൽ നമ്മുടെ മുഖത്ത് കാണാൻ പറ്റത്തില്ലേ? നമ്മൾ ഷോക്ക് അടിച്ച് ഡിപ്രഷൻ അടിച്ചൊരു മൂലയെ കുത്തിയിരുന്നാലോ? പ്രിയമുള്ളവരെ, GST മനസ്സിലാക്കി കഴിഞ്ഞാൽ കർത്താവ് നമുക്ക് അടുത്ത് നൽകുന്ന ATM കാർഡ്. തയ്യാറാണോ ATM കാർഡിനെ കുറിച്ച് പഠിക്കാൻ? അത് ഉറക്കം വരുന്നുണ്ടോ? എനിക്കറിയാം നമ്മൾ ഇങ്ങനത്തെ ഒരു സെക്ഷൻ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ പ്രിയമുള്ളവർ, വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. മുന്നോട്ട് ഞാൻ പൊക്കോട്ടെ. നിങ്ങൾ ഒന്നൊരു തംസപ്പിലൂടെ നേടുവാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലത്. മുന്നോട്ട് ഞാൻ കടന്നു പൊക്കോട്ടെ. നമ്മളിനി അടുത്തത് ATM കാർഡിനെ കുറിച്ച് പഠിക്കാൻ പോവാം. ATM കാർഡിൻ്റെ ഫുൾ ഫോം നമുക്കറിയാവോ? ആർക്കെങ്കിലും ATM കാർഡിൻ്റെ ഫുൾ ഫോം അറിയുന്ന ആളുകളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? നമ്മൾ ഉപയോഗിക്കുന്ന ATM കാർഡിൻ്റെ ഈ സെക്യുലർ ആയിട്ടുള്ള അതിൻ്റെ കാര്യം ഞാൻ ചോദിക്കുന്നത്. ATM എന്ന് പറയുന്ന അതിൻ്റെ ഫുൾ ഫോം അറിയുന്ന ആളുകളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? നമ്മളെല്ലാവരും ATM കാർഡ് ഉപയോഗിക്കുന്നവരല്ല അല്ലേ? പക്ഷെ പലപ്പോഴും നമുക്ക് അതിൻ്റെ ഫുൾ ഫോം, അതിന് പല രീതിയിലുള്ള ഫുൾ ഫോം പലരും കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നുള്ളൊരു പേരുണ്ട്. ചിലർ പറഞ്ഞേക്കുന്നത് എനി ടൈം മണി എന്നുള്ള രീതിയിലാണ്. ചിലർ പറഞ്ഞേക്കുന്നത് എനി ടൈം മദ്യം എന്നാണ്.
നമ്മൾ എന്തിട്ടേക്കുന്നുള്ളത് എനിക്കറിയത്തില്ല, അല്ലേ? ATM എന്ന് പറയുന്നത് പല ആളുകളും പല അർത്ഥങ്ങളാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് എന്താണ് ATM എന്നൊരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നുമില്ല. എനിക്കിവിടെ 2 പേരുടെ ക്യാമറയാണ് കാണുന്നത്, ബാക്കിയുള്ളവർ ഓൺ ആക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. അപ്പോൾ ചില കാര്യങ്ങൾ, അത് ടെല്ലർ മെഷീൻ ആണെങ്കിൽ അത് ചില കാര്യങ്ങൾ സംസാരിക്കത്തില്ലേ, അല്ലേ? ടെല്ലർ മെഷീൻ ആണെങ്കിൽ ചില കാര്യങ്ങൾ സംസാരിക്കത്തില്ലേ? അങ്ങനെയാണ് നമ്മുടെ ATM കാർഡിനെ കുറിച്ച്. ATM കാർഡ് നമ്മൾ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡിയാന്ന് ഞാൻ വിചാരിക്കുക. അപ്പോൾ ATM കാർഡ് എന്ന് പറഞ്ഞാൽ പണം പിൻവലിക്കുവാനും അല്ലെങ്കിൽ പണം ഇടുവാനും വേണ്ടിയിട്ടൊരു കാര്യമാണ്. അപ്പോൾ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പണമില്ലാതെ ATM കാർഡ് കൊണ്ട് കാര്യമുണ്ടോ? പണമില്ലാതെ എനിക്കിപ്പോൾ 4-5 ATM കാർഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എനിക്ക് SBIയുടെ ഉണ്ട്, HDFCയുടെ ഉണ്ട്, ഫെഡറൽ ബാങ്കിൻ്റെ ഉണ്ട്, വിസയുടെ ഉണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് വേണം? അതിൽ പണം വേണം. ആ കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്. അത് കൺഫ്യൂഷന് വേണ്ടിയിട്ടല്ല, അത് ഈ സെക്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് ATM കാർഡ്? നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ATM കാർഡ് എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് എന്നൊരു കാര്യമാണ്. ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എങ്ങനെയാണ്, നമ്മുടെ നിലപാട് എങ്ങനെയാണ്, നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്, നമ്മുടെ മനസ്ഥിതി എങ്ങനെയാണ്. നമ്മൾ വായിച്ച ആ അധ്യായം ഓർക്കുന്നു, 1 തിമോഥെയോസിന്റെ ആ ഒരു ഭാഗത്ത് 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവം ആ മനുഷ്യർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? വളരെ ആശിക്കുന്ന ആ ഒരു സകല കാര്യങ്ങൾ കൊടുക്കുന്നു എന്നൊരു കാര്യം. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ച് നമുക്ക് മുന്നോട്ടേക്ക് കടന്നു പോവാം. അവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, 17-ാമത്തെ വാക്യത്തിന്റെ B പാർട്ട്, നമുക്ക് സകലവും ധാരാളമായി അനുഭവിക്കുവാൻ തരുന്ന ദൈവം. അപ്പൊ ദൈവം നമുക്ക് സകലതും ധാരാളമായിട്ട് അനുഭവിക്കാൻ തരും. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. ATM കാർഡിന്റെ മറന്നു പോകരുത്, ആറ്റിറ്റ്യൂഡ്. അതിൽ ചില വാക്യങ്ങൾ മാത്രം പറഞ്ഞ് വളരെ രീതിയിലൂടെ ഞാനൊന്ന് വളരെ വേഗത്തിൽ മുന്നോട്ട് കടന്നു പോകട്ടെ. സദൃശവാക്യം 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ കാര്യമുണ്ട്, അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. നമ്മളെ എന്തോ ഒരു സംഭവമാണെന്ന് ചിന്ത വരുമ്പോഴേ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ കിടന്നു പോകണം, അപ്പം അറിയാം നമ്മുടെ വില, അല്ലേ? പണ്ട് ഒരു പള്ളിയിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, ICU കിടന്നപ്പോൾ ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ടേന്ന്. ICU, ഞാൻ ദൈവത്തെ കണ്ടു, അല്ലേ? നമുക്ക് അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നമ്മൾ എന്തോ ആണെന്നൊരു ചിന്ത വരാൻ പാടില്ല കേട്ടോ. പല ആളുകളുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഹങ്കാരവും. എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം, ഞാനല്ലാതെ വേറൊരാൾ ഇല്ല. ഞാൻ അവിടെ നിന്ന് ഒരു കാര്യം ഇതിൻ്റെ ഭാഗമല്ലെങ്കിൽ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൈമാറട്ടെ. നമ്മുടെ ഞായറാഴ്ച പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരൊക്കെ ഉണ്ടല്ലോ, ചില അമ്മാമ്മമാരെ റിസർവാണ്. എന്തോ റിസർവേഷൻ? ഞാനല്ലാതെ വേറെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ പിന്നെ ഞാൻ അവരുടെ അടുത്ത് മിണ്ടത്തില്ല. ഞാനല്ലാതെ പാട്ടുപാടിയ പിന്നെ മിണ്ടത്തില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ അങ്ങനത്തെ ചിന്താഗതികൾ ഉണ്ടെങ്കിൽ അത് മാറ്റണം കേട്ടോ. റിസർവേഷനായിട്ട് നമ്മൾ പല കാര്യങ്ങളും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഞാനിരിക്കുന്ന കസാര നമ്മുടെ ഒരു പ്രശ്നമല്ലേ അത്, അല്ലേ? നമുക്കെല്ലാം റിസർവായിട്ടൊരു കസാര ചർച്ചിലാകത്തില്ലേ? എല്ലാവർക്കും ഉണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിക്കുക, എല്ലാവർക്കും നമ്മുടെ മാത്രം ഒരു കസാരയുണ്ട്. അടുത്ത ആഴ്ച പോകുമ്പോൾ ആ കസാരയിൽ ഒരാളിരുന്നാലോ? എനിക്ക് നിങ്ങളുടെ ആരുടെ മുഖം കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പറ്റുമെങ്കിൽ കുറച്ച് സമയം നിങ്ങളൊന്ന് ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് വെക്കുവാണെങ്കിൽ നിങ്ങളുടെ മുഖം കണ്ട് എനിക്കൊന്ന് സംസാരിക്കാം, അല്ലേ? ചില ചിരികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം മനസ്സിലായി. നമ്മുടെ കസാര വേറൊരാളെടുത്താൽ പിന്നെ നമുക്കൊരു ഇറിറ്റേഷനാണ്, പിന്നെ ആരാധനയില്ല, പിന്നെ പ്രാർത്ഥനയില്ല, പാസ്റ്ററെ ബോധിപ്പിക്കാൻ വേണ്ടി 2 ഹല്ലേലൂയ പറയും, പിന്നെ മുഖത്തൊക്കെ ഭയങ്കര ഷേപ്പൊക്കെ മാറും, അല്ലേ? അതിന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരുടെ കസേരകളി മാറുന്ന കർത്താവ്. കസേരകളി ആദ്യം എവിടെയാണ് നടക്കുന്നത്? വിശ്വാസികൾ നടക്കുക. വേറൊരു കാര്യം കൂടെ ഞാനിവിടെ ഒരു കാര്യം ഒന്ന് ചേർത്ത് പറയട്ടെ. നമ്മളിപ്പോൾ എവിടെ ഇരിക്കുന്നത്? എല്ലാവരും ഇവിടെ മിക്കവാറും ചർച്ചയിൽ എവിടെ ഇരിക്കുന്നത്? കസേരയിലായിരിക്കുന്നത്, അല്ലേ? പണ്ടൊക്കെ നമ്മൾ നിലത്തായിരുന്നു. ചില ചർച്ചകൾ ഇപ്പോൾ ആ സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ബൈബിൾ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ബൈബിൾ എവിടെ ഇരിക്കുന്നത്? നമ്മൾ കസാരയിൽ ഇരിക്കുന്നു, നമ്മുടെ ബൈബിൾ എവിടെ ഇരിക്കുന്നത്?
പലരുടെയും കാലിൻ്റെ ചൂട്ടിലാണ് ബൈബിൾ ഇരിക്കുന്നത്. അങ്ങനെ ഇടാനുള്ളൊരു പുസ്തകമല്ല അത്. ജീവൻ്റെ പുസ്തകം എന്ന് നമ്മൾ പറയുന്ന ഈ പുസ്തകം കാലിൻ്റെ ചുവട്ടിലിടാനുള്ളതല്ല. എന്തുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞെന്നുള്ള കാര്യം ദൈവാത്മാവ് കൃത്യമായിട്ട് അങ്ങനെ ഒരു നിയോഗം തന്നതുകൊണ്ടാണ്. കസാരയിൽ ഞെളിഞ്ഞിരിക്കുമ്പോഴേ നമ്മുടെ എന്തോ ആന്നൊരു ചിന്ത അങ്ങ് വരും. പക്ഷേ വചനത്തിന് കൊടുക്കേണ്ട ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം കേട്ടോ. ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യവും മനസ്സിലായാലും ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തുക. കസാരകളെ ആദ്യം മാറ്റുക. 2 ബൈബിളിന് കൊടുക്കേണ്ട പ്രയോറിറ്റി കൊടുക്കുക. 3 ഓഫറിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് മാറ്റം വരും. ചെറിയ ചെറിയ മാറ്റങ്ങൾ നോക്കി നോക്കിക്കേ, അപ്പോൾ തൊട്ട് നമ്മുടെ ലൈഫ് മാറ്റം വരും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യാക്കോബ് 4:6 ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുക. നമുക്ക് എൻ്റെ പ്രിയമുള്ളവരെ എപ്പോഴേലും ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ, ഞാനൊരു സംഭവമാണെന്നൊരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അത് പരാജയം. ഞാൻ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ലൂക്കോസ് 12:15 പറയാം, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞു കൊള്ളണം. പൈസ ദൈവം തരും, പക്ഷെ അതൊരു ദ്രവ്യാഗ്രഹമായിട്ട് മാറരുത്. പക്ഷേ ഇനി പറയുന്നൊരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. നമ്മുടെ ദൈവം കഷ്ടത മാറ്റാൻ തയ്യാറാണ്, പക്ഷെ അതിനു മുമ്പ് നമ്മുടെ പെരുമാറ്റം ഭയങ്കര പ്രധാനമാണ്. ദൈവം അനുഗ്രഹിക്കാൻ തയ്യാറാണ്. അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ചിലരുടെ പ്രത്യേകതയാണേ, ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ സഭയായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ വിളിച്ചാൽ കിട്ടത്തില്ല, മിണ്ടത്തില്ല. ചില ആളുകൾ നിങ്ങളങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പ്രിയപ്പെട്ടവർ. ഞാൻ കണ്ടൊരു കാര്യമാണ്, ചില ആളുകളുടെ സ്റ്റാറ്റസ് മാറുമ്പോൾ അവർ വന്ന വഴികൾ മറന്നിട്ട് അവർ പിന്നെ ഹൈ ക്ലാസ് ആളുകളോട് കൂടിയാണ് ജീവിക്കുന്നതിനൊന്നും തെറ്റില്ല. പക്ഷെ വന്ന വഴികൾ തന്ന സ്നേഹവും മറക്കരുത്. 10 പേര്, അവർ 10 പേര് ഒരുമിച്ചായിരുന്നത്. പക്ഷേ ആ 10 പേര് കുഷ്ഠരോഗികളായിരുന്നു. ഇങ്ങനെ ഇരുന്നു, കർത്താവിനെ കുറിച്ച് കേട്ടപ്പോൾ 9 പേര് അവരെ പോയി, ഒരുത്തൻ തിരിച്ചു വന്നു. നന്ദിയുള്ളവരായിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അനുഗ്രഹത്തിന് ദൈവം നോക്കുന്ന ഏറ്റവും ബേസായിട്ടുള്ള കാര്യമാണ് ATM കാർഡ് ദൈവം തരാൻ തയ്യാറാണ്. അതെടുത്ത് ക്യാഷ് എടുക്കാനൊക്കെ ദൈവം തരാൻ തയ്യാറാണ്. പക്ഷെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ശരിയായ അനുഗ്രഹം ആരംഭിക്കുന്നത് ശരിയായ പെരുമാറ്റത്തിൽ നിന്നാണ്. ശരിയായ അനുഗ്രഹം ആരംഭിക്കുന്നത് നമ്മുടെ ശരിയായ പെരുമാറ്റത്തിൽ നിന്നാണ്. ഞാൻ അവിടെ നിന്ന് മുന്നോട്ടേക്ക് കടന്നു പോകട്ടെ. അടുത്തത് T. എന്താ T? ട്രസ്റ്റ്, വിശ്വാസം, ആശിക്കുക, സമർപ്പിക്കുക, ആശ്രയിക്കുക എന്നൊക്കെ അതിൻ്റെ അർത്ഥം വരുന്നത്. ട്രസ്റ്റ്, A എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്, T എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ്. അത് നമ്മൾ വായിച്ച അതേ ഈ തിമോഥെയോസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് സകലവും ധാരാളമായി തരുന്ന ദൈവത്തിൽ ആശിക്കണം. അപ്പോൾ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം, ദൈവമാണ് എൻ്റെ സമ്പത്തിൻ്റെ, എൻ്റെ അനുഗ്രഹത്തിൻ്റെ സോഴ്സ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെല്ലാം ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അധികം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, ATM കാർഡ് എങ്ങനെ വർക്ക് ചെയ്യാം? ATM കാർഡ് എങ്ങനെ ഇവിടെ വർക്ക് ചെയ്യുക? നമ്മൾ ചുമ്മാ കൊണ്ടതിലിട്ട് പിന്നടിച്ചത് വർക്ക് ചെയ്യുമോ? അത് വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ബാങ്ക് നമുക്ക് ATM കാർഡ് തരണം. ഈ ബാങ്കുമായിട്ട് ATM കാർഡ് എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എല്ലാ ATM കാർഡിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമ്മുടെ ATM കാർഡ് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആ ATM കാർഡിൻ്റെ അവിടെ നമ്മുടെ പേരിൻ്റെ ഭാഗത്ത് അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്, ഇത്ര വർഷത്തിനുള്ളിൽ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിയും. ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ATM കാർഡ് ക്യാഷ് എടുക്കാൻ വേണ്ടി നോക്കിയാൽ കിട്ടത്തില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ആ പണം കിട്ടണമെങ്കിൽ ഈ ATM കാർഡ് ആ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. സെർവർ ഡൗൺ ആകുമ്പോൾ നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റൂ? പറ്റത്തില്ല. നമ്മുടെ ഏതൊക്കെയോ സെർവറുകൾ ഡൗൺ ആയിട്ടിരിക്കുക. ഏത് മേഖലയിലാണ് ഡൗൺ ആയിരിക്കുന്നതെന്നൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കണക്ഷൻ പലതും വിട്ടിരിക്കുക. ബാങ്ക് ആ ATM കാർഡുള്ള കണക്ഷൻ വിട്ടിരിക്കുന്നത് പോലെ ദൈവവുമായിട്ടുള്ള ഏതൊക്കെയോ കണക്ഷൻ വിട്ട് മറ്റുള്ള പലതിലോട്ട് മാറിയത് കൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ആ സങ്കീർത്തനക്കാരനൊരു ബോധ്യമുണ്ട്, ഞാൻ സേവിക്കുന്നത് ദൈവത്തിലാണ്. പക്ഷേ മറ്റുള്ളവർ ആശ്രയിച്ചത് കുതിരകളില്ല, മറ്റുള്ളവർ ആശ്രയിച്ചത് പ്രഭുക്കന്മാരില്ല, മറ്റുള്ളവർ ആശ്രയിച്ചത് ഈ ലോകത്തിന്റെ സകല അധിപതികളില്ല. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ആശ്രയം ദൈവത്തിലാണ്. കണക്ട് ചെയ്തിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുശേഷമായിട്ട് നമുക്ക് കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പണത്തിൽ അധികമായി ആശ്രയിച്ച് നമുക്ക് പേടി വരും. എൻ്റെ പൈസ ആരേലും എടുത്തുകൊണ്ട് പോകുമോ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതാര്
അങ്ങനെയുള്ളവരുണ്ടെന്നേ. പണത്തെക്കുറിച്ചുള്ള പേടി നമ്മളെ തകർക്കുമ്പോൾ ദൈവത്തിലുള്ള സമാധാനമാണ് നമ്മൾ വളർത്തുന്നത്. പണം ദൈവം തരുമെന്നേ, പക്ഷേ പണത്തിലാകരുത് ആശ്രയം. ഞാൻ വളരെ വേഗത്തിൽ അവിടെ നിന്ന് മുന്നോട്ട് കടന്നു പോട്ടെ. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകം എന്ന് പറയുന്നൊരു കാര്യം എന്തെന്നറിയാമോ? ആദ്യം എനിക്ക് ചില കാര്യങ്ങൾ കാണിച്ചതാ എന്നാൽ ഞാൻ വിശ്വസിക്കാം. ആദ്യം എനിക്കൊരു ജോലി കിട്ടട്ടെ എന്നാൽ ഞാൻ വിശ്വസിക്കാം. ആദ്യം എനിക്ക് രോഗം മാറട്ടെ എന്നാൽ ഞാൻ വിശ്വസിക്കാം. പക്ഷെ കർത്താവ് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നിൽ വിശ്വസിക്കുക എന്നാൽ ഞാൻ നിനക്ക് കാണിച്ചു തരും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. സ്ഥിരമാനസൻ യഹോവയിൽ ആശ്രയം വെക്കുന്നു. അപ്പൊ അസ്ഥിരൻ എവിടെയാണ് വെക്കുന്നത്? അവൻ ലോകത്തിലാണ് വെക്കുന്നത്. നമ്മൾ ഇന്ന് സ്ഥിരമാനസരാണോ എന്നൊരു കാര്യം നമ്മളൊന്ന് ചിന്തിക്കുക. അതിനുശേഷമായിട്ട് മനസ്സിലാക്കേണ്ടത്, അതിനാൽ അവന് പൂർണ്ണ സമാധാനമുണ്ട്. നമ്മുടെ ആശ്രയം ദൈവത്തിലാണേല, നമ്മുടെ ഫോക്കസ് ദൈവത്തിലാണേല, നമുക്ക് സമാധാനമുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്. ഈ സെക്ഷൻ്റെ അവസാന ഭാഗത്തോട്ട് നമ്മൾ വരുവാണല്ലോ. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം തുറന്ന് സംസാരിക്കട്ടെ. ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലകളിൽ സെർവർ ഡൗൺ ആയിട്ടാണോ ആയിരിക്കുന്നത്? ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലകളിൽ നമ്മുടെ മനോഭാവം ഇന്ന് തെറ്റായിട്ടാണോ ആയിരിക്കുന്നത്? ജീവിതത്തിൻ്റെ ഏതൊക്കെയോ അവസ്ഥകളിൽ കൊടുത്തതിൽ കണക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? കൊടുത്തത് മോശമായി പോയിട്ടുണ്ടോ? കൊടുത്തത് തെറ്റായ രീതിയിലൂടെയാണോ പോയേക്കുന്നത്? കൊടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സ് വേദനിക്കുന്നുണ്ടോ? ഈ ചോദ്യമൊക്കെ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കണം. ഈ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സെർവർ എവിടെയാണ് ഡൗൺ ആയിരിക്കുന്നത്? ഏതൊക്കെയോ മേഖലകളൊക്കെ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുമോ? ഇന്ന് രാത്രികൾ അതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കാൻ തയ്യാറാണ്. നമ്മൾ വായിച്ചു വാക്യം, ദൈവം പ്രൊവിഷൻ തരും, ദൈവം കാര്യങ്ങളെ തരും. ഞാനും എൻ്റെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. പക്ഷെ അതിനു മുമ്പ് ദൈവം ചോദിക്കുക, അധികം ഞാൻ തരാൻ തയ്യാറാണ്, പക്ഷേ ഇതുവരെ ഉള്ളതിൽ വിശ്വസ്തരാണോ? അതിൻ്റെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് പ്രിയപ്പെട്ടവർ ഓക്കെ ആണെങ്കിൽ ഞാൻ ആ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്ന് ടയേർഡായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഒരു കാര്യം കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം. അതോ ഇന്ന് കണ്ടിന്യൂ ചെയ്യണോ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ ഒരു ഭാഗം കൂടെ തീർക്കണമെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാം. എങ്ങനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റൂ? കണ്ടിന്യൂ ചെയ്യാം മാസ്റ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 10 മിനിറ്റുള്ളിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, പ്രിയമുള്ളവർ എല്ലാവരും ഓക്കെയാണെന്ന് ചിന്തിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രിയമുള്ളവരൊന്ന് പറയണം. കാരണം നമ്മളിങ്ങനെ ഒരു കണ്ടിന്യൂവേഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ അതങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ATMന്റെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം. 2 ട്രസ്റ്റ്. അതിന് ചില വാക്യങ്ങളൊക്കെ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പ്രിയമുള്ളവർ ആ വാക്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷമാണ് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് മാനേജ്മെൻറ്റ്. ATMന്റെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭരണം, അല്ലെങ്കിൽ നടത്തിപ്പ്, അല്ലെങ്കിൽ നേതൃത്വം, അല്ലെങ്കിൽ നിർവഹണം. നമുക്കൊരു വാക്യം കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർന്ന് വായിച്ചിട്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ അവസാന ഭാഗത്തോട്ട് വരാം. വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. സദൃശ്യവാക്യങ്ങൾ 21-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നത്, സദൃശ്യവാക്യം 21-ന്റെ 5, ഉത്സാഹിയുടെ വിചാരങ്ങൾ സമൃദ്ധി ഹേതുകങ്ങളാകുന്നു, ബദ്ധപ്പാടുകാരൊക്കെയും ബുദ്ധിമുട്ടിലേക്ക് അത്രേ ബന്ധപ്പെടുന്നത്. ബദ്ധപ്പാടുകാരൊക്കെ എവിടേക്കാണ് പോകുന്നത്? ബുദ്ധിമുട്ടിലോട്ടാണ് പോകുന്നത്. പക്ഷേ ഉത്സാഹിയുടെ വിചാരങ്ങൾ സമുദ്രി ഹേതുകങ്ങളാണ്. അല്ലേ? സമൃദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷെ പലപ്പോഴും കിട്ടാത്ത എന്തുകൊണ്ടാണ്? അത് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ മനോഹരം. ദ പ്ലാൻസ് ഓഫ് ദ ഡെലിജൻറ്റ് ലീഡ് ഷുവർലി ഇൻ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ, ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവനെ അത് കൃത്യമായിട്ടുള്ള അനുഗ്രഹത്തിലൂടെ ദൈവം നയിക്കും. നമ്മുടെ ജീവിതം ഒന്ന് ഓർഡർ ആക്കി നോക്കിക്കേ. ആ ഓർഡർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ആ ഓർഡർ തെറ്റിക്കിടക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രാഫിക് സിഗ്നലിൻ്റെ കാര്യം കണ്ടതുപോലെ പല വണ്ടികൾ വരുന്നത്, പലത് കൂട്ടിയിടിക്കുന്നത്, തെറ്റായ കാര്യങ്ങളോട്ട് പോകുന്നത്, ട്രാഫിക് റൂളുകൾക്ക് വിപരീതമായി പോകുന്നത്, അപകടങ്ങൾ സംഭവിക്കുന്നത്. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുക, ഒരു ബദ്ധപ്പാടുകാരനായിട്ട് പോകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ലൊരു മാനേജറായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഈ ക്ലാസ്സിൻ്റെ അവസാന ഭാഗങ്ങളോട് വരുന്ന സമയത്ത് പ്രിയമുള്ളവരെ, അവിടെ ഞാൻ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാര്യം കൂടെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാം. ATM പണം തരുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ അതിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും അതെന്തോ ഉപയോഗശൂന്യമാണ്.
ഞാൻ അതിനൊരു ആത്മീയ തലം കൂടി ഒന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ചിലത് ഡെപ്പോസിറ്റ് ചെയ്യണം. പൈസയല്ല, സ്നേഹം ഡെപ്പോസിറ്റ് ചെയ്യണം, സമാധാനം ഡെപ്പോസിറ്റ് ചെയ്യണം, ഐക്യത ഡെപ്പോസിറ്റ് ചെയ്യണം, ആത്മാവിൻ്റെ ഫലങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം. പക്ഷെ നമ്മളിൽ പലപ്പോഴും ഇന്ന് ജഡത്തിൻ്റെ ഫലങ്ങളാണ് നിൽക്കുന്നത്. അവനോട് ഞാൻ മിണ്ടത്തില്ല, അവളോട് ഞാൻ മിണ്ടത്തില്ല, അവൾ വന്ന് മിണ്ടിയാൽ ഞാൻ ഇവിടെ പോയി മിണ്ടാം. ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനനുസരിച്ചേ അത് റിട്ടേൺ ചെയ്യാൻ കിട്ടുള്ളൂ. വിധിക്കുന്ന വിധിയാൽ നമ്മൾ വിധിക്കപ്പെടും, അളക്കുന്ന അളവിനാൽ നമുക്ക് അളക്കപ്പെടും. പ്രിയമുള്ളവരെ, എന്താ നമ്മൾ ഇന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഇന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് നാളെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറണമെങ്കിൽ ഇന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒന്നും കാണുന്നുണ്ടാകില്ല കേട്ടോ. പക്ഷെ ഓർത്തോണം, ആ ഡെപ്പോസിറ്റ് എല്ലാം ചെയ്ത് അതിനൊരു ടൈം ആകും. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഒരു എമൗണ്ട് നമ്മൾ ഫിക്സഡ് ആയിട്ടുണ്ട്. അത് കഴിയുന്ന സമയത്ത് അവിടെ ഭയങ്കര ഒരു കാര്യം നടക്കും. എന്നാ സംഭവം എന്നറിയാമോ? നമുക്കൊരു റിട്ടേൺ ഉണ്ട്. ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചെറുതും വലുതുമായ ഏത് കാര്യത്തിനും, ചെറുതും വലുതുമായ ഏത് ഡെപ്പോസിറ്റിനും കൃത്യമായിട്ട് ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തീയതാകിലും അതിന് തക്ക പ്രതിഫലമുണ്ട്. ഡെപ്പോസിറ്റ് എവിടെയാണ്? നമ്മുടെ ഡെപ്പോസിറ്റ് ഇപ്പോഴും ബാങ്കിലാണോ? നമ്മുടെ ഡെപ്പോസിറ്റ് ഇപ്പോഴും ഏതെങ്കിലും വ്യക്തികളിലാണോ? പക്ഷെ ദൈവാത്മാവ് ഇന്ന് രാത്രികാലം നമ്മളോട് സംസാരിക്കുക, നമ്മുടെ അക്കൗണ്ടിൽ ചില ഡെപ്പോസിറ്റുകൾ വരണം. സ്നേഹത്തിൻ്റെ ഡെപ്പോസിറ്റ്. ഏതൊക്കെയോ ഡെപ്പോസിറ്റുകളൊക്കെ ഇങ്ങനെ മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായില്ലേ? SBIയുടെ ആദ്യത്തെ റൂൾ ഉണ്ടായിരുന്നു, 2000 രൂപ അക്കൗണ്ടിൽ ഇല്ല എങ്കിൽ അക്കൗണ്ട് ഡിസ്കണക്ട് ചെയ്യും. നമ്മുടെ അക്കൗണ്ടിൽ എംപ്റ്റി ആയിട്ടാണോ ഇരിക്കുന്നത്? ആരോടും മിണ്ടാതെ, ആരോടും പറയാതെ, പലരോടും ദേഷ്യം പിടിച്ച് ചില അക്കൗണ്ടുകളൊക്കെ ശൂന്യമായിട്ട് എത്രയോ വർഷങ്ങളായി. ചിലരോടൊക്കെ മിണ്ടിയിട്ട് എത്രയോ നാളുകളായി. ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് ശാപമായിട്ട് മാറുമോ? ഈ രാത്രികാലം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എൻ്റെ പ്രിയമുള്ളവരെ? നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലാണ് നിൽക്കുന്നത്. നമ്മുടെ സ്പിരിച്വൽ അക്കൗണ്ട് ഇന്ന് പലയിടത്തും എംപ്റ്റി ആയിരിക്കുക. പ്രാർത്ഥിച്ച കാര്യം, ആരാധിച്ച ആരാധന, കൂട്ടായ്മകൾ നടത്തിയത് എല്ലാം എംപ്റ്റി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ആ 5 കന്യകമാർ നമ്മളെ പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. ഏത് സമയത്തും കർത്താവ് വരാം, ഏത് സമയത്തും കർത്താവ് വരാം. ആ സമയത്ത് എണ്ണ എടുക്കാൻ സമയമില്ല, നിറച്ചു വെക്കണം. എലീശ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ആ കടം വാങ്ങിച്ച സ്ത്രീയോട് പറഞ്ഞ കാര്യമുണ്ട്, വെറും പാത്രങ്ങൾ വാങ്ങണം, അതിൽ നിറയ്ക്കണം. ചില ഡെപ്പോസിറ്റ് ചെയ്യണം. നമ്മളിൽ ഡെപ്പോസിറ്റ് ചെയ്താലേ നമുക്ക് പകരാൻ പറ്റുള്ളൂ. കർത്താവ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തന്നത്. അത് സ്നേഹമായിട്ടാണ് നമുക്ക് തന്നത്. അത് പ്രേമമായിട്ടാണ് നമുക്ക് തന്നത്. നമുക്ക് പുതിയൊരു അവകാശമായിട്ടാണ് തന്നത്. ഒരുവൻ ക്രിസ്തുവിലായ അവൻ അല്ലെങ്കിൽ അവൾ പുതിയ സൃഷ്ടി. ആ ഡെപ്പോസിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം, മത്തായി സുവിശേഷത്തിലൊക്കെ കർത്താവ് ആത്മാവിൽ നിറഞ്ഞു. ആത്മാവിൽ നിറഞ്ഞപ്പോൾ കർത്താവ് തൊട്ടവർക്ക് വിടുതൽ വന്നു. കർത്താവിൻ്റെ അടുത്ത് വന്ന എല്ലാവർക്കും സൗഖ്യമായി. കർത്താവ് ആഗ്രഹിക്കുന്ന അത് തന്നെയാണ് കേട്ടോ. നമ്മൾ ചിലത് ഡെപ്പോസിറ്റ് ചെയ്യണം. ചിലരുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റത്തിന് കാരണമാണ്. അവിടെ നിന്ന് ഞാൻ മുന്നോട്ടേക്ക് കടന്നു പോകട്ടെ. പഴയ നിയമത്തിൽ പണം എന്നുള്ളതിനേക്കാൾ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടൊരു ബന്ധമായിരുന്നു. നമ്മുടെ ഈ ക്ലോസിങ്ങിൻ്റെ ഒരു ഭാഗവും അത് നമ്മുടെ ഇന്ന് പ്രയോറിറ്റിയൊക്കെ മാറിയിരിക്കുക. ആ ഉടമ്പടിയിൽ നിന്നൊക്കെ നമ്മൾ മാറിയിരിക്കുക. കർത്താവ് അനുവദിച്ച അടുത്ത ക്ലാസ് ഒരു വിവാഹം ഉണ്ടാകും. അത് ഞാൻ ഇന്ന് അങ്ങനെ പറയാൻ കാരണം, അടുത്ത ക്ലാസ്സിൽ ഒരു വിവാഹം നടക്കും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ശുശ്രൂഷയാണ്. കർത്താവ് അനുവദിച്ചാൽ, കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അന്ന് രാത്രികാലം, അടുത്ത വ്യാഴാഴ്ച രാത്രികാലം ഒരു വിവാഹത്തോടെ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കണം. വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയെ പോലെ, വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വരനെ പോലെ, തൻ്റെ പാർട്ട്ണറെ കുറിച്ച് സ്വപ്നം കാണുന്നത് പോലെ ആ ഒരു വിവാഹത്തിന് വേണ്ടി ഈ ദിവസം തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ വിവാഹം എന്തെന്നുള്ള കാര്യം അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വരുമ്പോൾ ആ ബന്ധത്തിൽ എവിടെയെങ്കിലും കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവസാനം എഴുതി വെച്ചിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. നമുക്ക് ലഭ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഭംഗിയായിട്ട് ഉപയോഗിക്കുവാൻ കഴിയണം. ലഭ്യമായ സമയം,
ലഭ്യമായ സമ്പത്ത്, ലഭ്യമായ അനുഗ്രഹങ്ങൾ എല്ലാം ഭംഗിയായിട്ട് ഉപയോഗിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. ഈ പ്രൊവിഷൻ ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് കടന്നു പോകുന്ന സമയത്ത് കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ കൺക്ലൂഷനോട്ട് വരുന്ന സമയത്ത് ഈ രാത്രികാലം നമ്മൾ പ്രധാനമായി പഠിച്ച ചില കാര്യങ്ങൾ ഒന്ന് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. GST എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം ഗീവ്, കൊടുക്കണം. 2 സേവ്, സംരക്ഷിക്കണം. 3 നമ്മൾ അത് ആ ഒരു കാര്യത്തിൽ GST എന്ന് പറയുന്ന ലാസ്റ്റ് വേർഡ് എന്തുവായിരുന്നു ഓർക്കുന്നു? ടി എന്ന് പറഞ്ഞാൽ ടൈത്ത്. അത് ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന് അറിയാവോ? വിട്ടുപോയതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഓർക്കണം വല്ലപ്പോഴൊക്കെ ടൈത്തിനെ കുറിച്ച് എന്നോട് ആ ഒരു രീതിയിൽ കൊടുക്കുവാനോ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഹൃദയത്തിൻ്റെ അകത്ത് സന്തോഷത്തോട് കൊടുക്കണം. അതിനുശേഷമായിട്ട് GST നമുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ GST നമുക്ക് ക്ലിയർ ആയപ്പോൾ ATM കാർഡ് കിട്ടി. ATM കാർഡ് എന്തുവാ? ആറ്റിറ്റ്യൂഡ്, ട്രസ്റ്റ്, മാനേജ്മെൻറ്റ്. ഇന്ന് രാത്രികാലം നമ്മളതിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മളൊന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവ്, ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലകളിൽ ട്രസ്റ്റ് മാറിപ്പോയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലകളിൽ മാനേജ്മെൻറ്റ് മാറിപ്പോയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലകളിൽ ആറ്റിറ്റ്യൂഡ് മാറിപ്പോയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഏതൊക്കെയോ തലങ്ങളിൽ ഞാനെന്ന ഭാവം വന്നിട്ടുണ്ട്. മറ്റുള്ളവരോട് മിണ്ടാതിരുന്നിട്ടുണ്ട്, മറ്റുള്ളവരോട് സംസാരിക്കാതിരുന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്ന് ഈ രാത്രികാലം കർത്താവ് വന്നാൽ നമുക്ക് പോകാൻ പറ്റുമോ? ഇന്ന് ഈ രാത്രികാലം നമ്മുടെ മരണം നടന്നാൽ നമുക്ക് അവിടെ എത്താൻ പറ്റുമോ? ഈ രാത്രികാലം നമ്മളിതിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക.